ഈ നാലുകെട്ടിൻ്റെ ഉള്ളിൽ കുറേ ആത്മാക്കളുടെ സമ്മേളനമാണിപ്പോൾ. അതിൽ പല രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. നമുക്കൊരു നിമിഷം സർവശക്തൻ്റെ ആത്മാവിനെ പേറിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെന്ന് ഒന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഒന്നാകും. അപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് ആഴമായി ചിന്തിച്ച് കയറാനുള്ള ഒരു സൗകര്യവും ഉണ്ടാവും. സാധാരണ ഒരു ഇങ്ങനെയുള്ള സദസ്സിൽ സംസാരിക്കുമ്പോൾ സദസ്സിൽ വേദിയിലും ഇരിക്കുന്ന ഓരോരുത്തരെയും എടുത്തെടുത്ത് പറഞ്ഞ് കുറച്ച് സമയം എല്ലാവരും കളയാറുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ പറയണമെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരിലും സർവശക്തൻ തന്നിരിക്കുന്ന ശക്തിയും മഹത്വവും അവരവർ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ പരസ്പര സ്നേഹം ഉണ്ടാകാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് വിഷയത്തിലേക്ക് കടക്കാം. വിഷയം ലോകത്ത് ഇതുവരെ കേൾക്കാത്തതും ആരും അംഗീകരിക്കുന്നില്ലാത്തതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ ആരും തയ്യാറല്ലാത്തതും ആയ ഒരു വിഷയം, ഞരമ്പ് സംബന്ധമായി വലിയ ഡിഗ്രികളെല്ലാം മേടിച്ച് ന്യൂറോ സർജനെന്നും ന്യൂറോ കൺസൾട്ടൻ്റെന്നും പേര് വെച്ച് വൈദ്യശാസ്ത്രത്തിൽ മുൻപിൽ നിൽക്കുന്ന സ്ഥലത്ത് എന്നെ ഇവർ പരിചയപ്പെടുത്തിയതും എഴുതിയതും ഓട്ടോമൊബൈൽ എൻജിനീയറെന്നോ ഡിപ്ലോമക്കാരനെന്നോ ഒക്കെ ആയിരിക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ അതാ വിചാരിച്ചിരിക്കുന്ന ഡിപ്ലോമ. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ പോയ ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്പണി പഠിക്കാൻ എന്തെങ്കിലും പഠിക്കണോ? അപ്പോൾ ഒരു ഡിപ്ലോമക്കാരനായി എന്നുള്ളതൊരു സത്യം. വലിയൊരു മറയുണ്ട് അവിടെ. PDCക്ക് പോയിട്ടില്ല. അന്ന് അങ്ങനെയുള്ള പഠിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. കോളേജ് എന്താണെന്നറിയില്ല. അതിൽ നിന്ന് വന്നതാണ് ഞാൻ. എന്നെ കണ്ടാൽ ആദിവാസി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആദിവാസി എന്ന സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ഒരാളാണ്. ഇന്ന് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. സർവശക്തൻ എന്നെ കൊണ്ടുപോയി വണ്ടിപ്പണി ആദ്യം പഠിപ്പിച്ചു. കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ കുരുത്തം കെട്ടവൻ ഞാൻ പോയില്ല. അതിന് പകരം എൻ്റെ കുടുംബത്തിൽ ഒരു 5-6 ബസ്സുണ്ടായിരുന്നു. ഈ ബസ്സുകാരൻ്റെ പുറകെ നടന്നുപോയി ഞാൻ. അപ്പോൾ പഠിക്കാൻ പോകണമെന്നുള്ള ഒരാഗ്രഹം, വണ്ടി നന്നാക്കാൻ പഠിക്കണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു കോളേജിൽ പോയി ഡിഗ്രി എടുത്ത് പഠിച്ച് ഒരു ഉദ്യോഗം വഹിക്കണമെന്നുള്ള ചിന്തയൊന്നും എനിക്ക് അന്നുണ്ടായില്ല. പകരം ചെറിയ പ്രായത്തിലെ തന്നെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ വിശ്വസിക്കില്ല. അപ്പോൾ ഞാനിതൊക്കെ വെട്ടിപ്പൊളിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോകാമെന്നേ പറയുള്ളൂ. ഞാനിവിടെ എന്ത് പറഞ്ഞാലും അൺബിലീവബിൾ ട്രൂത്താണ്. ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷെ ചിലതെല്ലാം നിങ്ങളോട് പങ്കുവെക്കേണ്ടതായ ഒരാവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായ ശ്രീനിവാസൻ, അദ്ദേഹത്തിന് നിങ്ങൾ തികച്ചും പേര് വിളിക്കാത്ത ഒരു വലിയേട്ടൻ, അദ്ദേഹമാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂസ്റ്റിംഗ് തരുന്നത്. കഴിഞ്ഞ ദിവസം വഴക്കുണ്ടാക്കി നീ വന്നില്ല എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ഹേയ് അതല്ലല്ലോ എൻ്റെ ശരി എന്ന് തോന്നി വീണ്ടും വരും. കാരണം ഒത്തിരി ദൂരത്തുനിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. ഏതാണ്ട് 150 കിലോമീറ്ററോളം നമ്മുടെ നാട്ടിലൊക്കെ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഓടിച്ചിവിടെ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ജോലി ശകലം കടുപ്പം തന്നെയാണ്. പക്ഷെ ഒരു ദയവും അദ്ദേഹം എന്നോട് കാണിക്കണില്ല. വന്നിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ 2011 മുതലാണെന്ന് തോന്നുന്നു വടകരക്കാരെ കുളിപ്പിക്കാൻ തുടങ്ങിയത്. ഇന്നൊരു സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി സ്ത്രീകളും പകുതി പുരുഷന്മാരെങ്കിലും ഇതിനകത്തുണ്ട്. പണ്ടൊക്കെ വന്നപ്പോൾ
കൂടുതലും പുരുഷന്മാരാണ് ഇത് കേൾക്കാനിരുന്നവർ. അവർ വീട്ടിൽ ചെന്ന് സ്ത്രീകളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഇങ്ങനൊരു വൈദ്യം വന്ന് ഇങ്ങനെ കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് വല്ല തിരക്കിലായിട്ടുണ്ടോ, കാലത്തെ കുളിക്കാൻ പോകണോ എന്ന് പറഞ്ഞിട്ടുള്ള പല വീട്ടിലെ അമ്മമാരും ഇപ്പോൾ ഇവിടെ കാണൂല, ഉണ്ടാവും. അപ്പോൾ കുളിപ്പിക്കലാണ് ആദ്യത്തെ പണി. ഇവിടെ ഇപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. ചില ആളുകളൊക്കെ പറയും എന്നെ പരിപൂർണമായിട്ട് പഠിച്ചു വന്നിരിക്കുന്ന ആളാന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താണ് എന്നൊന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഞാനങ്ങനെ പഠിച്ച് ശക്കലം കുസൃതിയുള്ള ആളായിരുന്നു. ഞാൻ ഒറ്റപുത്രനായതുകൊണ്ട് വീട്ടിൽ അനുസരിക്കാത്ത അച്ഛനെയും അമ്മേനെയും കൂടുതൽ ഭയപ്പെട്ട് ഒരു സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചപ്പോൾ നാട് വിട്ടു. അങ്ങനെ നാട് വിട്ട് ഇന്ത്യ വിട്ട് പോയ ആളാണ്. തിരിച്ച് അവിടെ നിന്ന് ഇപ്പോൾ വണ്ടിപ്പണി പഠിച്ചെങ്കിലും ഞാനൊരു സ്പാൻഡർ എടുത്ത് നെട്ടും ബോൾട്ടും മുറുക്കാൻ നിന്നാൽ അത് എങ്ങനെയെങ്കിലും തെറ്റി കൈ മുറിയും, ചോര കന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതെനിക്ക് പറ്റിയ പണിയല്ല, അതുകൊണ്ട് അത് കൂടുതൽ പോയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നല്ലത് സമൂഹത്തിന് ചെയ്യണമെങ്കിൽ പണം വേണമല്ലോ. പണം തേടി, വീട്ടിൽ പണമുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റപുത്രനായതുകൊണ്ട് ഒലയ്ക്ക് തല്ലിയ വളർത്തിയത്. അപ്പം ഞാൻ നാട് വിട്ടു. നാട് വിട്ട് തിരിച്ച് അവിടെ ചെന്നപ്പോൾ എന്തായി, അവിടെ നിന്നും ഈ പറഞ്ഞതുപോലെ ക്രിസ്തീയ സഭയിൽ ഒരു ചൊല്ലുണ്ട്, ഒരാളെ മീൻ തിന്ന് തിമിംഗലം കഴിച്ച് വേറൊരു കരയ്ക്ക് കൊണ്ടുപോയി ഇട്ടു എന്നൊക്കെ പറഞ്ഞ ഒരു കഥകളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതേപോലെ എന്നെ വീണ്ടും കൊണ്ടുവന്ന് എൻ്റെ നാട്ടിൽ വിടുന്നതിന് പകരം എന്നെ തമിഴ്നാട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടു. അവിടെ നിന്ന് പല തൊഴിലുകളിലും പോയി എനിക്കൊരു ജീവിതസഖിയെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് സ്നേഹിച്ചപ്പോൾ ഇതെങ്ങനെയൊക്കെയാണെന്നൊന്നും അറിഞ്ഞില്ല. സ്നേഹം മൂത്ത് കഴുത്തെ താലി കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെവിടം വരെയുള്ള ആളാണെന്ന്. ഞാൻ കല്യാണം കഴിച്ചത് അച്ഛൻ ഒരു ക്രിസ്ത്യാനിയും അമ്മ ആദിവാസി. ഈ ആദിവാസി എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ ഒരുതരം പുച്ഛമുണ്ട്. എനിക്കതുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ഇടയും കഴിഞ്ഞപ്പോൾ അവരാണ് ശരിക്കുള്ള യഥാർത്ഥ മനുഷ്യനെന്ന് മനസ്സിലായി. സ്നേഹവും ബഹുമാനവും സ്വന്തം ശരീരത്തിനോടുള്ള കൂറും ഉള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അന്നൊക്കെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തരാനുള്ള ഭക്ഷണം ചോറും ഇറച്ചിയും മീനൊക്കെ തന്നിരുന്ന ഒരു രീതിയിലാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവരെന്നെ തീറ്റാൻ പഠിപ്പിച്ചു. ആദ്യം റാഗിക്കളി, അതിൻ്റെ കൂടെ ഇലക്കറി, തോവരപ്പരിപ്പ്, ഇങ്ങനെ ഫ്രഷായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്ന് മസാല ചേർക്കാതെ ചുവന്നുള്ളിയും പച്ചമുളകും തക്കാളിയും ചേർത്ത ഒരു നല്ല ടേസ്റ്റുള്ള, എപ്പോഴും വെള്ളം വരും അത് കേൾക്കുമ്പോൾ. എനിക്ക് പറയുമ്പോൾ എനിക്കിപ്പോൾ അതിനോടുള്ള രുചി, ഒരു മസാലയും വേണ്ട, എൻ്റെ ഗുരുനാഥ നല്ല രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് ഞാൻ എൻ്റെ അവിടെ പറമ്പുണ്ട്, അവർക്ക് സ്വന്തമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമല്ലോ, അവളെയും പുലർത്തണമല്ലോ, എല്ലാവരും പുലർത്തണമല്ലോ. ഇപ്പോൾ എല്ലാ ആണുങ്ങളുടെയും ഒരാഗ്രഹമാണല്ലോ ജോലി ചെയ്യുക, കുടുംബത്തെ പുലർത്തുക. അതുപോലെ ഒരു ചെറിയ മോഹം ഞാനും വന്നു. ഉഴപ്പൻ സ്വഭാവമൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ സ്നേഹിക്കാനൊരു പെണ്ണും ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വികാരം എൻ്റെയും. അപ്പം ഞാൻ കൃഷിയിലേക്ക് വന്നു. കൃഷിയിൽ വന്ന തൂമ്പെടുക്കാനോ കിളയ്ക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റുമൊന്നുമില്ല, ഇപ്പോഴും പറ്റില്ല. വേണമെങ്കിൽ പറഞ്ഞ് കളപ്പിക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കും, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ പിതാവിൻ്റെ ഒരു അനുസരണ പഠിച്ച ഒരാളായതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി കൂടുതലാണ്. അതിപ്പോൾ പലരും എന്നെ വർത്തമാനം പറഞ്ഞ് വരുമ്പോഴും എന്നോട് പറയും ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടിയേ സംസാരിക്കുകയുള്ളൂ, രോഗികളോടൊരു മയമില്ലാത്ത സംസാരമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പല രോഗികളും ഒക്കെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതെങ്ങനെ മാറ്റാനും ഒക്കില്ല. അങ്ങനെ അവിടെ ഒരു കൃഷി സ്ഥലത്ത് കനകാംബരം എന്ന് പറയുന്ന പൂവുണ്ടല്ലോ,
ഈ പൂക്കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പൂക്കൃഷി ചെയ്യുമ്പോൾ പരിസരത്തുള്ള ആളുകൾ ധാരാളം പണിക്ക് വരണം. 3 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. 3 ഏക്കർ കനകാമ്പര കൃഷി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ ശ്രമം വേണം. അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കൊച്ചുകുട്ടികൾ പൂ പറിക്കാൻ വരണം. അപ്പോൾ അവിടെ ഞങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് ചുറ്റുപാടുമുള്ളത് ആദിവാസികളാണ്. അപ്പോൾ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു രാജൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ജോലി ചെയ്യുന്ന ആൾ അന്ന്. പക്ഷേ ഇന്ന് ആ രാജൻ എന്ന് പറയുന്ന ആളൊരു വൈദ്യനാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയണം. അപ്പോൾ ആ വ്യക്തിക്ക് എറണാകുളത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ നമ്മുടെ വൈദ്യൻ അല്ല, എറണാകുളത്ത് നിന്ന് മറ്റേ സൈനസിന് മരുന്ന് മഹേഷ് മങ്ങാട്, അദ്ദേഹത്തിന് ഒരു ക്യാമ്പ് ഇട്ടിരിക്കുകയാണ്. ആ ക്യാമ്പ് നടത്തുന്നത് മഹേഷ് മങ്ങാടും, ചികിത്സയ്ക്ക് ചെല്ലുന്നത് ഈ പറഞ്ഞ വൈദ്യൻ രാജനും അവരുടെ കുറച്ച് കൂട്ടായ്മകൾ. അപ്പം അന്ന് എനിക്കൊരു വണ്ടിയുണ്ട്. വണ്ടി എന്ന് പറയുന്നത് ഒരു ടിപ്പർ പോലെ, ടിപ്പറല്ല, മറ്റേ പിക്കപ്പ് വാൻ, മഹേന്ദ്രയുടെ പണ്ട് കാലത്തുള്ള 4 വീലും ഒരുപോലെ പിടിച്ച് കയറുന്ന, ഉടുമ്പ് പിടിച്ച് കയറുന്ന തരത്തിലുള്ളൊരു പഴയ വണ്ടിയുണ്ട്. കാരണം അതിലെ വണ്ടി വേണമെങ്കിൽ നല്ല സാധാരണ വണ്ടിയൊന്നും പോകില്ല എൻ്റെ പറമ്പിൽ. അപ്പോൾ അവരെൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 2-3 ദിവസം ലീവ് വേണം. അപ്പോൾ 2-3 ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ പറിക്കാൻ ആളില്ല. ഞങ്ങളെയും കൊണ്ട് എറണാകുളത്തിന്, അന്ന് എന്നെ മുതലാളി എന്നാണ് വിളിക്കുക. അപ്പോൾ പൂക്കാരൻ മുതലാളിയാണ് അന്ന്. അപ്പോൾ പൂക്കാരൻ മുതലാളി എടുക്കുമെന്ന് പറയുകയാണ്, പൂ പറിക്കൽ 3 ദിവസത്തേക്ക് വേണ്ട, കനകാമ്പരം 3-4 ദിവസം കഴിഞ്ഞാലും പറിക്കാം, ഞങ്ങൾക്ക് കൊച്ചിയൊക്കെ കാണണം, അതുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് പോരണം, വണ്ടി വേണം, ഞങ്ങളെല്ലാ സൗകര്യങ്ങളും തരാം, താമസത്തിന് സൗകര്യങ്ങളൊക്കെ. അപ്പോൾ എന്തോ ഒരു മനസ്സ് പറഞ്ഞൊന്ന് പോയി കളയാം. അങ്ങനെ ഇവർ ഒരു കൂട്ടായ്മ മുഴുവനും അവിടെ കലാകാരന്മാരും വൈദ്യന്മാരും സ്ത്രീകളും പുരുഷന്മാരടക്കമുള്ള ഒരു ഗ്രൂപ്പ് കയറ്റി ഞാൻ എറണാകുളത്ത് മഹേഷ് മങ്ങാടിൻ്റെ ക്യാമ്പ് വൈപ്പിനിൽ എത്തുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തലേ ദിവസം എന്ന് പറയുന്ന പോലെ വെളുപ്പാങ്കാലത്ത് 2 മണി മുതൽ ആളുകൾ ക്യൂവിൽ നിൽക്കുക. അപ്പോൾ അതുവരെയും ഈ രാജനെന്ന് പറയുന്നത് എൻ്റെ പൂക്കാട്ടിലെ കൃഷി ചെയ്യുന്ന ഒരാളെന്നുള്ളല്ലാതെ, ഒരു കൂലിക്കാരൻ എന്നുള്ള മതിപ്പല്ലാതെ എനിക്ക് വേറെ ഉണ്ടായില്ല. അത് ഇച്ചിരി തലക്കനം കൊണ്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം, അത് ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കാൻ സൗകര്യമൊന്നും വേണ്ട, ഞാൻ പുറത്ത് എവിടെയെങ്കിലും ലോഡ്ജ് എടുത്ത് താമസിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ലോഡ്ജിലും ഇവരെല്ലാം ഒരു ക്യാമ്പിലും ഒക്കെ ചെയ്യുക. ഞാനൊരു 9 മണിയായപ്പോൾ പതുക്കെ അവിടെ വന്നപ്പോൾ രാജൻ വേഗം ബഹുമാനത്തോടു കൂടി എനിക്ക് കസേരയൊക്കെ എടുത്ത് ഒരു മരത്തണലിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ക്യൂവാണ്. അപ്പോൾ ഈ രാജനെ കാണാൻ ക്യൂ ആയിട്ട് അവിടെ ആൾക്കാർ വന്നിരിക്കുമ്പോൾ ഈ രാജനെന്ന് പറയുന്ന വൈദ്യൻ എൻ്റെ അടുക്ക വന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും വേണോ, ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്ന ലൈനിൽ കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് ആ നാടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഒരു സ്വന്തക്കാരെ ഒരാൾ എന്നെ കണ്ടുപിടിച്ചിട്ട് ഓടി വന്നു. നീ എന്താ ഇവിടെ? ഞാൻ ചുമ്മാ വന്നതാ. അല്ല, നീ കസേരയിലൊക്കെ ഇട്ട് നല്ല ഗമയിലിരിക്കണ്ടല്ലോ, നിന്നെ ആ വൈദ്യം വന്ന് വളരെ ബഹുമാനത്തോടു വേണം, ഞാൻ കുറേ നേരമായി നോട്ട് ചെയ്യണു. അപ്പോൾ നാടകം പൊളിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ഞാനാ കൊണ്ടുവന്നത്. എനിക്ക് ആ മനുഷ്യൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് പരിഹാരമായി. എനിക്ക് ഈ ഇടയിലൊന്ന് കയറി ഒന്ന് കാണിച്ച് എന്നെ ഒന്ന് വേഗം വിടാൻ വല്ല വഴിയുണ്ടോ? റെക്കമെൻഡേഷനായി ചെന്ന വഴി കിട്ടിയ പണി. ഇത് കഴിഞ്ഞപ്പോൾ പരിചയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമായി കുറേ പേരെ ഞാൻ മുഖാന്തരം. അപ്പോൾ അവസാനം അവനും വിഷമമായി, കാരണം ഒരു സിസ്റ്റത്തെ മാറ്റി പറയുകയാണ്. അപ്പോൾ മഹേഷ് മങ്ങാടിന് ഇതൊന്നും അറിയില്ല.
അങ്ങനെ 2 ദിവസം നിന്ന് അവിടെ കപ്പൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അവിടെ മനസ്സിലാക്കിയത് ആദിവാസികളുടെ ചികിത്സ അന്നൊരു കാലത്ത് നല്ല പ്രചാരമുണ്ടായിരുന്നു. അത് കളഞ്ഞു കുടിച്ചു നമ്മുടെ ക്ലബ്ബുകാർ. അവിടെയാണ് അതിൻ്റെ അകത്ത് കുഴപ്പം വന്നത്. അന്ന് അത് ഭംഗിയായിട്ട് സിൻസിയറായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ ധാരാളം ആളുകൾക്ക് അസുഖം പൂർണ്ണമായി മാറിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ അകത്തെ പ്രത്യേകത. അസുഖം പൂർണ്ണമായി മാറുക എന്നുള്ളതാണ്. അസുഖം നമുക്ക് ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് പേരെഴുതി കൊടുത്തു. അപ്പോഴേ നേഴ്സ് നമുക്ക് രോഗി എന്നുള്ള പേരിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പേഷ്യൻ്റ് എന്നല്ലേ അവർ വിളിക്കുന്നത്. നമ്മളെ ഒന്ന് ചേട്ടാന്നോ ചേച്ചിയെന്നോ അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞതാണെങ്കിൽ പേരൊന്ന് വിളിക്കാൻ പകരം ഇവിടെ നേഴ്സിംഗ് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മേലെങ്കിലും ഞങ്ങളെയൊക്കെ രോഗിയായിട്ട് പേര് വിളിക്കല്ലേ, പേഷ്യൻ്റ് എന്ന് വിളിക്കല്ലേ, പേര് വിളിക്കുക. ആ പേര് വിളിച്ച് എത്ര അന്തസ്സുണ്ട്. ചേട്ടാന്ന് വിളിച്ചാൽ എത്ര അന്തസ്സുണ്ട്, ചേച്ചി എന്ന് വിളിച്ചാൽ എത്ര അന്തസ്സുണ്ട്. പേഷ്യൻ്റ് എന്ന് വിളിക്കരുത്. നിങ്ങളൊരിക്കൽ പേഷ്യൻ്റാകും. നേഴ്സുമാർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരുത്തണം. ഇതാണ് ആശുപത്രിയുടെ സിസ്റ്റം. അപ്പോൾ ഇവിടെ അങ്ങനെ ആൾക്കാരിങ്ങനെ ക്യൂ നിന്നു. ഞാൻ അവിടെ നിന്ന് വിട്ടു. രോഗങ്ങൾ മാറുന്നത് കണ്ടു. ഞാനിത് വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി അവരൊക്കെ നല്ല നല്ല പേരും പെരുമയുള്ള ആൾക്കാരാണ്. നീ അവരെ വിളിച്ച് ദേഷ്യപ്പെട്ട് അവരോട് അത് ചെയ്ത് എന്നൊക്കെ പറയണത് ശരിയല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാവെന്ന് പറയണേ. ഞാൻ പറഞ്ഞു അവരൊക്കെ ഒത്തിരി നല്ല നല്ല ചികിത്സ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിൽ നല്ല അറിവുണ്ട്. അപ്പോൾ അവൾ പറയാം, അവർക്ക് അത്രയല്ലേ അറിവുള്ളൂ, നമ്മുടെ അമ്മയ്ക്ക് എത്ര അറിവുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അവളുടെ അമ്മയ്ക്ക് എത്ര അറിവുണ്ടെന്ന് അറിയുമെന്ന് എന്നോട് ഞാൻ പറഞ്ഞു. ഞാനെങ്ങനെ അറിയണേ? അമ്മയ്ക്കുള്ള അറിവ് അവർക്കൊന്നുമില്ല. കാരണം അമ്മയുടെ അപ്പൻ അവിടുത്തെ വൈദ്യ കുടുംബത്തിൻ്റെ നാഥനാണ്. ഇവിടെ മന്ത്രി, ഹെൽത്ത് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ മാസി മൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചികിത്സിക്കുന്ന ആളെന്നുള്ളതാണ്. അവരുടെ മകളാണ് എൻ്റെ ഗുരുനാഥയും എൻ്റെ ഭാര്യയുടെ അമ്മയും. അപ്പോൾ അമ്മയ്ക്ക് ഇത്ര അറിവുണ്ടോ? ആ ഉണ്ട്. അപ്പോൾ നീ അതൊന്നും കാണാത്ത എന്താ? അപ്പോൾ എൻ്റെ ഭാര്യ BSc ബോട്ടണി പഠിച്ച് വന്നേക്കണ ആളാണ്. അപ്പോൾ ഇച്ചിരി ഗമ കൂടും. മകൻ ഒരാളുള്ളത് പട്ടാളത്തിലുമാണ്. അത് ഇച്ചിരി പഠിച്ച് സൈനിക സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്കും ശകലം ഗമ കൂടും. ഇപ്പോൾ രണ്ടുപേരും പഠിച്ചതുകൊണ്ട് എന്തു പറ്റി? ഗമ കൂടിപ്പോയി. ഞാൻ പഠിക്കാത്തതുകൊണ്ട് എന്തായി? ആ അറിവ് മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്താൻ നല്ലതല്ലേ എന്നൊന്ന് പറഞ്ഞു പോയി. അതെൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. മക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം വന്ന മരുമകൻ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അമ്മ ആർക്ക് മരുന്ന് കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു, എന്ത് രോഗത്തിന് കൊടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അമ്മയെ വിളിച്ചിട്ട് ഞാനും പറഞ്ഞു, ഇത് ഞാനും മനസ്സിലാക്കട്ടെ. ഇത്രയും വലിയ അറിവ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിലൊരർത്ഥവുമില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെന്നെ വൈദ്യരെന്ന് വിളിക്കുമ്പോൾ ഞാൻ ആ സന്ദർഭം ഓർക്കാതിരിക്കാൻ വയ്യ. അങ്ങനെയാണ് ഞാൻ വൈദ്യനായി മാറിയത്. ആദ്യമേ തന്നെ ഈ ചികിത്സ പറമ്പിൻ്റെ ചുറ്റും വന്ന് വേലിയേരിയത്തും ഒളിച്ചും മറഞ്ഞുമാണ് അവിടുത്തെ ആളുകൾ അമ്മയെ വന്ന് കാണുന്നത്. കാരണം മകളും മകനും വഴക്ക് പറയും. കാരണം അഭിമാനം, എന്തെങ്കിലും ആയിപ്പോയാലോ, എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ മോശമല്ല. അതാണ് പഠിച്ചവർക്കുള്ളൊരു കുഴപ്പം. ഇപ്പം നമ്മളൊക്കെ വലിയ പഠിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? അലോപ്പതിയിൽ പോകണം, ഡോക്ടറെ കാണണം, അത് ഏറ്റവും വലിയ ആശുപത്രിയിൽ പോകണം. എന്നാൽ ഈ നല്ല ഒന്നാന്തരം മെഡിക്കൽ കോളേജുകളുണ്ട്, സർക്കാർ ആശുപത്രി ഉണ്ട്, നന്നായിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. അവരാണ് ഡെഡിക്കേറ്റഡായിട്ട് ചികിത്സ നടത്തുന്നവർ. അവിടെ കാണാൻ പോകാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഫഷൻ കിംസിലും നിംസിലും ഒക്കെ പോയി 2-3 ദിവസം ICUയിലൊക്കെ കിടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഗമയുണ്ടല്ലോ. ഞാൻ ജീവനം കൊണ്ട് തിരിച്ചു വന്നു, ലക്ഷങ്ങളൊക്കെ മുടക്കിയെന്ന് പറയുന്ന ആ ജീവൻ. അതേ സമയത്ത് അത്രയും കാശ് ചെലവില്ലാതെ നമ്മുടെ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡായിട്ടിരിക്കുന്ന ഡോക്ടേഴ്സാണ് അവരെല്ലാവരും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറെ പറ്റിയിട്ട് വലിയ ഇതൊക്കെ നിന്ന്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡായിട്ടുള്ള ഡോക്ടർമാരുള്ളിടത്ത് നമുക്ക് മീച്ചമില്ല. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അളിയനും പഠിപ്പ് കൂടുതലായതുകൊണ്ട് എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് ഒരു പ്രാധാന്യം കുറവാണ്. പക്ഷെ ഞാനത്, എനിക്കൊരു ഇൻഫ്ലുവൻസ് എൻ്റെ ആത്മാവിൽ, അത് പഠിക്കണം.
മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണം, അമ്മയെ പുറത്ത് കൊണ്ടുവരണം എന്നെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളത് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കുട്ടിയെ തൂക്കിയെടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരിക. അരയ്ക്ക് കീഴ്പ്പെട്ട് പോളിയോ ബാധിച്ച്, വാക്സിനേഷൻ എടുത്തതിന് ശേഷം പോളിയോ ബാധിച്ചു വന്ന കുട്ടിയാണ്. അപ്പോൾ അമ്മ ഈ പോളിയോ ബാധിച്ചെന്നൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, തളർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വന്ന് ഞങ്ങളോട് ചോദിച്ചു, തളർന്നു പോയി, ഞാൻ ചെയ്യട്ടെ? ധൈര്യമായിട്ട് ചെയ്യേ, നമുക്ക് നോക്കാലോ. അമ്മ മരുന്ന് ചെയ്യാൻ തുടങ്ങി. 2 കാലും അരയ്ക്ക് കീഴ്പ്പെട്ട് തളർന്ന് പോയ, പോളിയോ ബാധിച്ച് പോയ കുട്ടി. ഈ സമയത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരം തോന്നും, വെറും പുളുവടിച്ച് വിടുവാണെന്നല്ല. പുളുവടിക്കാൻ ഇങ്ങനെയുള്ള ഇവിടെ ഇപ്പോൾ എന്നെ കാണിക്കാൻ കൊണ്ടുവന്ന കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് പുളുവടിച്ചാൽ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തലയിറങ്ങി വീഴും. അത്രയും വിശ്വാസമുണ്ട്. ഈ കുട്ടികൾ ആത്മാവ് ഒരു തെറ്റും ചെയ്യാത്തതാണ്. ഈ അമ്മ അവരെ വിളിച്ച് മരുന്നിട്ട് കൊടുത്തു. 16ാമത്തെ ദിവസം അവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിൽ നന്നായിട്ട് തുള്ളിച്ചാടി കളിക്കുന്ന കുട്ടിയാണ് ഞാൻ കാണുന്നത്. ഇതിൽ കൂടുതലൊരു ഇൻസ്പിറേഷൻ വേണം. അട്ടപ്പാടി കിടക്കുന്ന ഞാൻ ഓടി കോയമ്പത്തൂർക്ക്. എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സും പരിചയമുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. ഇങ്ങനൊരു സംഭവമുണ്ട്. അവർക്ക് ആദ്യം പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം ഭയങ്കര എഫക്റ്റീവായ ഒരു കാര്യമാണെന്ന്. ലോകത്തെവിടെയും പോളിയോയ്ക്ക് മരുന്നില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വാക്സിനേഷൻ ഉണ്ടെന്നേ പറയണുള്ളൂ. അത് കുത്തിവെച്ചതുകൊണ്ട് പോളിയോ വരാതിരിക്കുന്നുണ്ടോ? കുത്തിവെച്ച് വന്നതാണ് ഈ കുട്ടി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആഴമായിട്ട് ചിന്തിച്ചപ്പോൾ അതിലൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പോലെ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ തിരുമലൊക്കെ കഴിഞ്ഞ് പക്ഷാഘാതം പിടിച്ച ഒരു സ്ത്രീ ഇന്ന വീട്ടിൽ ഇന്നയാൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അപ്പം ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു, തളർവാദം പിടിച്ചു വന്ന ആളുകൾക്കൊക്കെ അവരുടെ ചികിത്സ കൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ഒരു രംഗമാണ്. പക്ഷേ ഈ മരുന്ന് ഇതിന് എഫക്റ്റ് ആവുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഇടാൻ പറഞ്ഞു, ഇട്ടു, കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇത് തളർന്നു കിടന്നിട്ട് 1 വർഷമായി, അവരെ ഒന്ന് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ മരുന്നൊക്കെ ആയിട്ട് ആ അമ്മയുടെ അടുത്ത് പോയി. ആ അമ്മയ്ക്ക് മരുന്നിട്ടു. വടി പോലെ ഇരുന്നത്. പക്ഷേ ആയുർവേദത്തിലുള്ളവർക്കറിയാം, തിരുമ്മി കഴിയുമ്പോൾ പക്ഷാഘാതം പിടിച്ച് കിടക്കുന്ന സ്ഥലം വടി പോലെയാവും. നമ്മളെ സാധാരണ രീതിയിൽ ഫ്ലെക്സിബിളായി വരില്ല. ആ ഭാഗം വടി പോലെയായിരിക്കും. അങ്ങനെ കിടക്കുക. ഞാനതായിട്ട് 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മൂവ്മെൻ്റായി. അപ്പോൾ ശരീരത്തിൽ പക്ഷാഘാതം പിടിച്ച് കിടക്കുന്ന ആളുടെ ശരീരത്തിൽ ആ ഭാഗത്ത് കൈ ഓടിച്ച് കഴിഞ്ഞാൽ ഐസ് പോലെ ഉണ്ടാവും. ശരീരത്തിൽ ചൂട് പോലും ഉണ്ടാവില്ല. മരിച്ചു കിടക്കുന്നതല്ലേ, പകുതി ഭാഗം ആ അവയവം മരിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തണുത്ത് ഐസ് പോലെ ഇരിക്കുക. മരുന്നിട്ട് ജീവൻ വെച്ചു, മൂവ്മെൻ്റായി. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ആലോചന തുടങ്ങി, ഇത് സമൂഹത്തിലേക്ക് എങ്ങനെ എത്തിക്കണം. അപ്പോൾ അമ്മയെ എങ്ങനെയെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഞാനും എൻ്റെ ഭാര്യയും 2ആയി. ഞാൻ പറഞ്ഞു കോയമ്പത്തൂർ തുടങ്ങിയാൽ മതിയെന്ന്. അവൾ പറഞ്ഞു കേരളത്തിൽ തുടങ്ങിയാൽ മതിയെന്ന്. കേരളത്തിലാണ് ആയുർവേദത്തിൻ്റെ ഈറ്റെല്ലാം. ഇന്നും ഞാൻ പശ്ചാത്താപിക്കുകയാണ്. അവളെ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. അത് ചെയ്തതുകൊണ്ട് എനിക്ക് ദുരിതങ്ങൾ കുറേ അനുഭവിക്കേണ്ടി വന്നു. ഇത് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ പണ്ടേ ഇത് ലോകം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനൊരു ഉദാഹരണവും ഞാൻ പറയാം. എൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ട് മുകളിലൊരു 15 കിലോമീറ്റർ അപ്പുറം സൈലൻറ്റ് വാലി എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ പണ്ട് കാലത്ത് അവരിവിടെ വന്നിട്ടുണ്ട്. വള്ളിയമ്മ, ക്യാൻസർ ചികിത്സയ്ക്ക് വള്ളിയമ്മ എന്ന് പറയുന്ന ഒത്തിരി ക്യാമ്പുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് കുടിക്കും, റോഡിൽ വീഴും. അതവരുടെ നേച്ചർ, അതെന്തും ആവട്ടെ. അവരുടെ മകനിപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി നമ്മുടെ കോയമ്പത്തൂർ അവന് ഡോക്ടറേറ്റ് കൊടുത്തിരിക്കുക.
ഡോക്ടറേറ്റ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലല്ല പറയണേ, ഒന്ന് കണ്ണ് തുറന്നുകൂടെ? എല്ലാവർക്കും കണ്ണുണ്ട്, കാഴ്ചയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്, കാഴ്ചയില്ലാത്ത ആളുകളാണ്. അവരത് കണ്ടു, അംഗീകരിച്ചു. ഇന്ന് ഇഷ്ടം പോലെ ആളുകൾ അവിടെ വന്ന് ക്യാൻസറിന് മരുന്ന് അവിടെയും ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട്. പക്ഷെ മലയാളികൾ പോകുന്നില്ല, കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് വന്ന് പോണത്. അപ്പോൾ ആദിവാസികളുടെ ചികിത്സാ രീതികൾ ഒത്തിരി നല്ലതാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കൂടുതൽ സാധ്യത വന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിൽക്കുന്നതിന് പകരം എൻ്റെ ഭാര്യ പറഞ്ഞു കേരളത്തിൽ മതി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, മണ്ണാർക്കാട് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ വന്ന് ചികിത്സ തുടങ്ങാനായിട്ട് വീട് വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പോയി മണ്ണാർക്കാട് പോയിട്ടൊരു ബോർഡ്, ആദിവാസി ചികിത്സ എന്നും പറഞ്ഞ് തന്നെ ബോർഡ് വെച്ചത്. ആ ബോർഡ് വെച്ചാൽ രോഗികൾ വല്ലവരും ഉണ്ടാവും, ഒന്നും ഉണ്ടാവാൻ പോകണില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എന്തായാലും കോലം കെട്ടിയാലും ഞാൻ ആദിവാസി ആവില്ല, വേഷത്തിലായാലും മേക്കപ്പെട്ടാലും. എൻ്റെ ഭാര്യയും അങ്ങനെ പെട്ടെന്ന് ആദിവാസികളെന്ന് പറയാൻ നോക്കൂല. പക്ഷേ ഞാൻ അവിടെ കൊണ്ടുവന്ന് ബോർഡ് വെച്ചു ആദിവാസി ചെയ്ത ഒരു തോന്നൽ എൻ്റെ ഭാര്യയ്ക്ക് തോന്നി, നമുക്ക് ആ രോഗി ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരു മുറിയിൽ അവരെ താമസിപ്പിക്കാൻ. അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ പകല കൊണ്ടുവന്നത്, അതൊക്കെ നടന്നതാണ്, അത് യാദൃശ്യം അല്ല. അതാണ് നമ്മൾ നടത്തുന്ന സൃഷ്ടികർത്താവിൻ്റെ മഹത്വം. പകൽ കൊണ്ടുവന്നപ്പോൾ 4-5 പേര് കൂടി പിടിച്ചാണ് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത്. അത് ചുറ്റുപാടും എല്ലാവർക്കും കാണാവുന്ന ഒരു ഓപ്പൺ സ്പേസ് സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അകത്തുനിന്ന് പിടിച്ച് വെയിൽ കൊള്ളാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് ഇത് എഴുന്നേറ്റ് നടക്കണ്ടല്ലോ, സംസാരം വരാൻ തുടങ്ങി. ഇത് നോട്ട് ചെയ്യുന്ന ഒരാൾ, കുന്നംകുളത്തുകാരനൊരാളുണ്ടായിരുന്നു, അത് അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവരുടെ ക്ലബിൽ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ ആദിവാസികളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ക്യാമ്പ്, ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന കൂട്ടത്തിൽ വരണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മരുന്ന് പൊതിയാനറിയില്ല, മരുന്ന് എങ്ങനെ ആക്കി കൊടുക്കണമെന്നറിയില്ല. വന്നാൽ അപ്പോൾ അരച്ചുണ്ടാക്കി അപ്പോൾ കൊടുത്തു, ആ ഒരു രീതിയല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് നോക്കി ഇന്ന് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. 3 ദിവസത്തെ ക്യാമ്പാണെന്ന് പറഞ്ഞു, വരില്ല എന്ന് പറഞ്ഞ് കർശനമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി അവിടെ നിന്ന് വണ്ടി എടുത്ത് അവർ വന്നിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഒരു കുറച്ച് പേര് തളർവാദം പിടിച്ചവരും വേറെ ചില സ്ത്രീരോഗങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങളെ കാണാൻ തന്നെയുണ്ട്, ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക, പോവാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി വിടാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അതിന് മാത്രമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉള്ളിൽ ഉള്ള വിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിയോ വന്ന കൊച്ചിനെ പെട്ടെന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റി, അത് ചെറിയ പ്രായത്തിൽ. ലൈനിൽ നിന്ന ആളിൽ ആദ്യം നിൽക്കുന്ന ആൾ കൈ ഇവിടുന്ന് മുതൽ പോളിയോ വന്നിട്ട് തളർന്നു പോയതാണ്. ഒരു കലാകാരനാണ്, അവിടെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്, വയസ്സ് 26. പുള്ളി വന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ വൈഫുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നാണ് രോഗികളെ നോക്കണം. കാരണം എനിക്കറിയില്ല ഒന്നും. അപ്പോൾ പഠിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയേക്കണേ. വന്നിരുന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വേഗം വന്നിച്ച് എന്നോട് ചോദിച്ചു, ഈ കൈ ചെറുപ്പത്തിലെ പോളിയോ വന്നതാണ്, പല അമ്പലങ്ങളിലൊക്കെ ചുറ്റി കമന്ന് കിടന്നും ചെരിഞ്ഞു കിടന്നും ഉരുണ്ടും എല്ലാ നേർച്ചയും കഴിഞ്ഞു, ഇപ്പോൾ കൈ പൊക്കണമെങ്കിൽ ഇങ്ങനെ പൊക്കാൻ പറ്റുള്ളൂ, ഇത് ശരിയാക്കി തരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ നോക്കി. അമ്മ കണ്ണു കാണിച്ചു, തട്ടിക്കോളാൻ, ഏത് ആളെ അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോഴേ എനിക്ക് ഒരു ധൈര്യം. അപ്പോൾ ഞാൻ ഇവനെ എങ്ങനെ വിളിച്ചത്, എങ്ങനെ വരും, എങ്ങനെ പറയും. അപ്പോൾ പുള്ളി ഇതെല്ലാം ശ്രദ്ധിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അടുക്ക വന്നു കഴിഞ്ഞപ്പോൾ ഈ കൈ കൂടെ പോവുമോ? ആ ചോദ്യത്തിന് അർഹത ഉണ്ടല്ലോ, കാരണം എനിക്ക് പേടിയുണ്ടല്ലോ. അവസാനം ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞു, വരിക, ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു മരുന്നുണ്ട്,
ആ മരുന്ന് ഇട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇട്ട് നോക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല, സോറി പറയും, അത്രേ ഉള്ളൂ. അവിടുന്ന് പുള്ളി വന്നില്ല. ഏതാണ്ട് ഒരു വർഷക്കാലം ഞങ്ങളവിടെ പോകാൻ തുടങ്ങി. എല്ലായിടത്തൊക്കെ എല്ലാ കഥകളൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പറയണതിന് വിരോധമല്ല, നിങ്ങൾക്ക് ബോറടിക്കും. ഈ സത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. കുറച്ച് കഥ ചേർത്തിയാലേ ഇഷ്ടപ്പെടുള്ളൂ. അത് ചേർക്കാൻ ഇതിനകത്തിട്ട് പറ്റുകയില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ആൾക്ക് ഡയബറ്റിക് വന്നു, BP വന്നു. അപ്പം ഞാൻ അവിടെയുള്ള ഏരിയയിലെ ഒരു കുടുംബ വൈദ്യനായി മാറി പല രോഗങ്ങൾക്കും. അപ്പോൾ ഈ രോഗങ്ങൾ വരുന്ന ആളുകളെ കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, എങ്ങനെ ഇങ്ങനെ രോഗം വരണം? നിനക്കൊന്നും വന്നിട്ടില്ലല്ലോ. ഇവർക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെ രോഗം, ഇത്ര ചെറിയ പ്രായത്തിൽ രോഗം വരാൻ കാരണം അവരുടെ ശാപ്പാടിൻ്റെ കുഴപ്പമാണ്. അപ്പം എനിക്കൊരു മോഹം, ഈ ശാപ്പാടൊന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ശാപ്പാട് പഠിക്കാനായിട്ട് അവരുടെ ഇടയിൽ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അവരൊന്നും അന്നത്തെ കാലത്ത് അരിയാഹാരം കഴിക്കൂല, ഉരുളൻകിഴങ്ങ് കഴിക്കൂല. അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മില്ലറ്റാണ്. അതിൽ റാഗിയും ചോളവും, ഗോതമ്പും കഴിക്കില്ല. അവിടെ റേഷൻ കട ഉണ്ട്, ആ റേഷൻ കടയിൽ മണ്ണെണ്ണ മാത്രമേ ചിലവാകുള്ളൂ. ഇതൊക്കെ അവർ ബ്ലാക്കിൽ വിറ്റ് കാശ് തരാം. അവിടുത്തെ റേഷൻ കടക്കാരെല്ലാം കോടീശ്വരന്മാരുമായി. കാരണം ഇവർക്ക് വേണ്ടാത്ത സാധനമാണ്. ഇവർക്കാകെ വേണ്ടത് മണ്ണെണ്ണ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എന്ത് ചെയ്തു, അമ്മയുടെ ബന്ധത്തിലുള്ള ആളുകളെയും പ്രായം ചെന്നവരെയൊക്കെ ഇങ്ങനെ പോയി നല്ല ഭക്ഷണം ഉണ്ടാക്കി നമ്മളങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കറിയെല്ലാം എടുക്കും, ആ ചോറങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് ഉടമ്പ് കെട്ടിക്കളയെന്ന് പറയും, ശരീരം ചീത്തയാക്കുമെന്ന് പറയും. അത്രയും പവർഫുള്ളായിട്ട് പറയുന്ന ഒരേ ഒരു കൂട്ടരെ ഞാൻ കണ്ടത് അവരില്ല. അരി വേണ്ട, അരി കഴിച്ചാൽ സൂക്കേട് വരും. നമുക്കത് ചോറില്ലാതെ ഇറങ്ങുമോ? ഒരു ദിവസമെങ്കിലും ചോറില്ലാതെ ഇരിക്കാൻ പറ്റുമോ? അവർക്കതില്ല. അങ്ങനെ ഇവിടുത്തെ ഡോക്ടർമാരും അവരെ അങ്ങോട്ട് പുരോഗമനം നടത്താനായിട്ട് കൊണ്ടുപോയി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ അരിയാഹാരം തീറ്റിക്കാൻ തുടങ്ങി. അവിടെ സ്പെഷ്യൽ ഹോസ്പിറ്റലുകളൊക്കെ വരാൻ തുടങ്ങി. ഈ ഒരു വർഷം ഇത് ഭക്ഷണത്തിൻ്റെ രീതി മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാനും പതുക്കെ തുടങ്ങി, ഇന്ന ഭക്ഷണം കഴിച്ചാൽ ഇന്ന രോഗം വരില്ല എന്നും ഇന്നത് കഴിച്ചാൽ രോഗം വരുമെന്നും. അതിലൊരു കൂട്ടർ ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടെ കയറി വന്നു. ഇല്ലാത്ത രോഗങ്ങളൊന്നും ആ സ്ത്രീക്കില്ല, കഫമായിട്ടും ശ്വാസം മുട്ടലായിട്ടും എല്ലാം. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 21 ദിവസം മുതിര വേവിച്ച വെള്ളവും കുടിക്കുക, അത് തിന്നുക, എന്നിട്ട് വാ. മുതിരയോ? അത് കുതിരയ്ക്ക് കൊടുക്കണമല്ലേ? എഴുന്നേക്ക്, പുറത്തു പോ, ഇത് ചെയ്തിട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പം തന്നെ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്ന് തല ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വഴക്ക് പറഞ്ഞിട്ട് ആൾ കയറി വന്നിട്ടുണ്ട്, ആ വരട്ടെ, ക്ഷമിക്കണം, എൻ്റെ സൂക്കേടെല്ലാം മാറി. എന്താ ഞാൻ ചെയ്ത്? മുതിര വേവിച്ച വെള്ളം നന്നായിട്ട് കുടിക്കാനും മുതിര തിന്നാനും പറഞ്ഞു, ചോറ് കുറയ്ക്കുക. അപ്പോൾ ഭക്ഷണത്തിൽ കൂടി പല രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ പറ്റും എന്ന് അന്ന് മുതലേ ഞാൻ അതിന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അത് പൂർണ്ണമായും ബോധ്യം വന്നിട്ടുണ്ട്. ഇന്നത്തെ പല രോഗങ്ങളും, എല്ലാ രോഗങ്ങളും തന്നെ ഭക്ഷണത്തിൽ കൂടി നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് രോഗമില്ലാതെ ജീവിക്കാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ കുട്ടികളിങ്ങനെ ഉണ്ടാവണെന്താ? അതിനവർ മറുപടി തന്നത്, ജീവിത രീതി ശരിയല്ല, സ്ത്രീ പുരുഷ ബന്ധം ആഴമുള്ളതല്ല എന്ന്. അതെങ്ങനെ അങ്ങനെ? പിന്നെ അതിൻ്റെ പുറകെ പോയി. അങ്ങനെ ആദ്യം ഇത് കാരണത്തെ കണ്ടുപിടിച്ചു. പിന്നെ വരുന്ന ഒരാളോട് കാരണം തിരുത്താൻ തയ്യാറാണോ? മരുന്ന് ഫലിക്കും. കാരണം തിരുത്താൻ തയ്യാറല്ലേ? ദയവ് ചെയ്ത് വന്ന വഴി പോവും, ഞാൻ എൻ്റെ വഴി പൊക്കോട്ടെ. കാരണം നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം, നമുക്ക് രോഗം നമ്മളായി വരുത്തി കൂട്ടുന്നതാണ്. നമുക്കാകാത്ത ഭക്ഷണം ആകാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ കൊണ്ടുനടക്കണോ നമുക്ക് രോഗം വരും.
നിഗ്ലക്റ്റഡായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവുന്നല്ലേ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചേക്കണേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, അങ്ങനെ ഈ ആൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഡയബറ്റിക് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇത് ഇത്രയും പഠിക്കാനുള്ള സമയം എനിക്ക് കിട്ടി. കാരണം പുള്ളിയുടെ പ്ലാൻ അങ്ങനെയാണ്. ആ 1 കൊല്ലം ഗ്യാപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഈ പുള്ളിനെ ചികിത്സിക്കാൻ എനിക്കറിയില്ല. കാരണം ഞാൻ പഠിക്കുന്നില്ല. ഞാൻ ഈ ഒരു അറിവ് കിട്ടിയപ്പോൾ ഇതിനെ എങ്ങനെ സമ്പാദിക്കാമെന്നല്ല നോക്കിയത്, ഇതില്ലാതെയാക്കാൻ എന്താണ് മാർഗമെന്നാണ് നോക്കിയത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് പുള്ളി വന്നിച്ച് എന്നോട് പറഞ്ഞു, പുള്ളിയുടെ കൂട്ടുകാരൊക്കെ കൂടി നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് ഇവന് ഡയബറ്റിക്കാണ്, അത് കുറയണില്ല, ഏതെല്ലാം തരത്തിൽ നോക്കിയിട്ടും കുറയണില്ല, ഡോക്ടർമാരൊക്കെ അങ്ങനെ മരുന്നുകൾ കഴിച്ചു, അതില്ലാതെ ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, കുറയുമല്ലോ എന്നുള്ളത് നോക്കാം. ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഇന്നതേ കഴിക്കാവുള്ളൂ, അങ്ങനെ ഒരു 15 ദിവസം നോക്കിയിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. കൃത്യമായി അതനുസരിച്ച് പുള്ളി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പുള്ളിയുടെ ലാബിൽ പുള്ളി നോക്കുമ്പോൾ ഡയബറ്റിക് കുറഞ്ഞിരിക്കണം. ഇത് സംശയമായി, ഇതെങ്ങനെ അങ്ങനെ കുറയും? എത്രയും നാൾ ഞാൻ ചെയ്തിട്ട് പറ്റിയില്ല, മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. അപ്പോൾ ഡോക്ടറെടുക്കെ ചെന്ന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ആ ലാബ് ശരിയല്ല, വേറെ ലാബിൽ പോകാൻ പറഞ്ഞു. പുള്ളി വേറെ ലാബിൽ പോയി. അപ്പോൾ പുള്ളിയുടെ ഉള്ളിലറിയാം പുള്ളി ചെയ്ത സിസ്റ്റത്തിന് കറക്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഡയബറ്റിക്കിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നതെന്നറിയാം. രണ്ടാമത്തെ ലാബിൽ കൊണ്ടുപോയപ്പോഴും സെയിം ആയി കഴിഞ്ഞപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങളുടെ കിഡ്നിക്ക് എന്തോ തകരാറുണ്ട്. അപ്പോൾ അവൻ ദേഷ്യം വന്നു, കിഡ്നിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്നതുപോലെ എൻ്റെ സിസ്റ്റത്തെ മാറ്റിയപ്പോൾ എനിക്ക് മാറ്റം വന്നതാണ്, നീ നിൻ്റെ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി വന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ സഹോദരനൊക്കെ കൂടി എൻ്റെ അടുക്ക് വന്നിട്ട് വൈദ്യരെ ഇവൻ്റെ ആ രോഗം BP ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് കിട്ടി, ഇവൻ്റെ പോളിയോ ഉള്ള കൈ മാറ്റാനുള്ള വല്ല വഴി എനിക്ക് തരാൻ ഇവനെ കൊണ്ടുവന്ന് വിട്ട വഴി ഇതാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു BPയും ഷുഗറും കുറയണം, നന്നാവണം, ഇല്ലാതെ ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാലേ പറ്റുള്ളൂ. വന്നു, ഉടനെ വന്നു, ഒട്ടും താമസിപ്പിച്ചില്ല. മറ്റത് മുഴുവൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നു പിറ്റേ ദിവസം രാവിലെ മരുന്നിടാൻ തുടങ്ങി. വളരെ അനുഗ്രഹത്തോടു കൂടി, നല്ല ദൈവവിശ്വാസത്തോടു കൂടി പുള്ളി എൻ്റെ മുമ്പിൽ മരുന്നിടാനിരുന്നു. എനിക്ക് കാണിക്ക വെച്ചു. അതൊരു സന്തോഷമായിട്ട് ഞാനും മേടിച്ചു. മരുന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കില്ലേ, ഏതായാലും ഈ മരുന്ന് ഉണങ്ങുന്നവരെ തലയിലാ മരുന്നിട്ടാണ്. ഞാൻ മരുന്നിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ കൈക്ക് ജീവൻ വരുമോ ഇല്ലയോ എന്നറിയാനാണ്. തലയിൽ മരുന്നിട്ടു, ചുമ്മാ ഇരിക്കില്ല, പുറത്ത് പോയിരുന്നു, ശാലം വെയിലും കൊണ്ടോ. എന്നിട്ട് ഈ കൈ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമല്ലേ, ചുമ്മാ തന്നെത്താൻ തട്ടിക്കളിക്കാൻ പറ്റുമെങ്കിൽ തട്ടിക്കളിച്ചു. അതിനിത് അനങ്ങിയിട്ടുണ്ട്. നീ മനസ്സിൽ വിചാരിക്കുക, നിൻ്റെ ഉള്ളിൽ നിന്ന് തലയിലേക്ക് ചെല്ലട്ടെ, അത് മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഏതായാലും ഡയബറ്റിക് കുറയും, ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഇതിന് വല്ലതും ഗുണം കിട്ടിയാലോ. ഏതായാലും അതനുസരിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചെറിയ കല്ല് ഇങ്ങനെ കൈവിരൽ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, കൈവിരൽ കൊണ്ട് എനിക്ക് കല്ല് പറക്കാൻ പറ്റുന്നു. അപ്പോൾ എനിക്കും അതിശയമല്ലേ, കാരണം പുള്ളിക്ക് കിട്ടിയ അനുഭവം എനിക്ക് അതിശയമാണ്. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി, ഞാൻ എന്ത് പഠിച്ചിട്ട് ഇതൊക്കെ വേണമെന്ന്. ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പുള്ളി ചെറിയ കല്ലെടുത്ത് ഒരു ഇഷ്ടി എടുത്ത് ഇങ്ങനെ പൊക്കി. അപ്പോൾ എനിക്കത് അത്ഭുതമല്ലേ. ഞാൻ ഈ അത്ഭുതം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. ഓടി വന്ന് എൻ്റെ അടുക്ക്, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഒന്ന് പറയട്ടെ, എൻ്റെ അച്ഛനും അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ, ആരെയൊന്നും പറയണ്ട, ഇതെങ്ങനെയാണെന്നറിയില്ല, നമുക്കും അറിയില്ല ഇതെന്താ സംഭവിച്ചതെന്ന്, എല്ലാം അത്ഭുതമാണ്, വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ പറയണമെന്നോണ. പുള്ളി പോയി. അപ്പോൾ എല്ലാ ആഴ്ചയിലും കുന്നംകുളത്ത് ഞാൻ രോഗികളെ നോക്കാൻ ചെല്ലുന്നുണ്ട്. അവിടെ പുള്ളി പോയതോടുകൂടി ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു. കാരണം പുള്ളിക്ക് പരിചയമുള്ള ആൾക്കാർ പുള്ളി ഇങ്ങനെ കൈ പോക്കി കാണിക്കും. അടുത്ത പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഒരു 5-10 കുട്ടികളെ പലതരത്തിലുള്ള ഡൗൺ സിൻഡ്രോം, മൈക്രോസെഫാലി, പോളിയോ ഇങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് പുള്ളി ഒരു വട്ടം പിള്ളേരെയും വിളിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വരിക. ഞാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ, ഇവരെയൊക്കെ ഈ മരുന്നിട്ട് നോക്കും,
ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും സഹായിക്കാൻ. അങ്ങനെ മണ്ണാർക്കാട് പുള്ളി താമസിച്ച വീട്ടിൽ പിള്ളേരെ എല്ലാം കൊണ്ടുപോയി തുടങ്ങി. 7 പിള്ളേരെ ചികിത്സയ്ക്ക് തുടങ്ങി. ഈ 7 പിള്ളേർക്കും ഗുണം കാണാൻ തുടങ്ങി. വന്നതെല്ലാം പ്രായം ചെന്ന പിള്ളേരായിരുന്നു. അപ്പം നീണ്ട നാൾ ചികിത്സ കൊണ്ടുപോകണം. അപ്പോഴും എൻ്റെ വിചാരം ഇത് പെട്ടെന്ന് നേരെയാവും. അപ്പോൾ നമ്മൾ വർത്തമാനം പറയുമ്പോൾ എന്തു പറയും, ഇട്ട് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ജനറ്റിക് ഡിസോർഡറുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് കൊണ്ട് ഗുണമുണ്ടെന്ന് ബോധ്യപ്പെട്ടത്. അതിനുശേഷം അവരിൽ നിന്ന് വാമൊഴിയായി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ ക്യാമ്പുകൾ നടത്തി. അതിൽ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ചെറിയ കുഞ്ഞിനെ കിട്ടണം എന്നായിരുന്നു. എൻ്റെ പിന്നത്തെ യാത്ര മുഴുവനും ചെറിയ കുഞ്ഞുങ്ങൾ വരണം. അതാരെങ്കിലും കൊണ്ടൊരു കുഞ്ഞ് ഓമന കുഞ്ഞിന് പ്രസവിച്ച് അസുഖമാണെന്ന് പറഞ്ഞാൽ തന്നെ തല്ലിക്കൊല്ലും. അഥവാ ഈ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതിക്കാർ വിട്ടിട്ട് വേറെ വരാൻ പറ്റുമോ? അലോപ്പതിക്കാർ പറയും ഫിസിയോതെറാപ്പിക്ക് പൊക്കോ, അവർ ഞെക്കി ശരിയാക്കി തന്നോളൂ. അവരുടെ കയ്യിൽ പണിയില്ല. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ അടുക്ക കുഞ്ഞുകുട്ടി വരില്ല എന്നുള്ളത് ഉറപ്പായി. ഏതാണ്ട് 28 കൊല്ലം വേണ്ടി വന്നു എൻ്റെ മുമ്പിലേക്ക് ഒരു ചെറിയ 1 വയസ്സിന് താഴെയുള്ള കുട്ടി വരാൻ തുടങ്ങിയത്. അന്ന് മുതൽ എൻ്റെ യാത്രയ്ക്ക് ദൃഢനിശ്ചയം വരുത്തി. കൊച്ചുകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം വരികയും കൂടുതൽ കൂടുതൽ ഗുണം വരികയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ICUയിൽ കയറ്റിയ കുട്ടികളിൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. ICUയിൽ കൊന്തും കൊള്ളൊക്കെ ഇട്ട് കിടക്കുന്ന കുട്ടികളെ. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് ഈ മരുന്ന് പ്രയോഗിക്കാൻ പറ്റും? പച്ചമരുന്നല്ല, എണ്ണ. അപ്പോഴത്തേക്കും ഞങ്ങൾ എണ്ണ രൂപത്തിലും എങ്ങനെയൊക്കെ മരുന്ന് കൊടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രാപ്തരായി. ഒരു കാര്യം വളരെ വ്യക്തമായി, ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് എന്തെങ്കിലും ചേർത്തിയാൽ മരുന്നിൻ്റെ ഗുണം കംപ്ലീറ്റ് പോകും. അപ്പോൾ പ്രിസർവേറ്റീവ് ചേർക്കാതെ കഷായം ഉണ്ടാക്കി കൊടുക്കണം. എന്തു മരുന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പല ക്യാമ്പുകളും പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ മൺകലം, പുളിവിറക് ഇതെല്ലാം വെച്ചാണ് ക്യാമ്പുകൾക്ക് പോകുന്നതൊക്കെ. എന്നിട്ട് അവിടെ ചെന്ന് അടുപ്പ് കൂട്ടി അവിടെ കഷായം, കാരണം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കഷായം തിളപ്പിച്ചില്ലെങ്കിൽ കഷായം ചീത്തയായി പോകും. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടൊക്കെ കഴിച്ച് മരുന്നുകൾ ചീത്തയാകാതെ ദീർഘനാളിരിക്കാനുള്ള വഴികൾ, ഇതെല്ലാം ഭാര്യ BSc ബോട്ടണി പഠിച്ചതുകൊണ്ട് ഇത് വലിയൊരു ഉപകാരമായി മാറി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും മരുന്ന് എത്തിക്കാനും മരുന്ന് കൊടുക്കാനും സാധിച്ചു. അങ്ങനെ പല കുട്ടികൾ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും പ്രസവിച്ച ഉടനെ കുഴപ്പമുള്ള കുട്ടികളിലേക്ക് ഞങ്ങളുടെ ഈ എണ്ണ എത്തിക്കാൻ സാധിച്ചു. അവിടെ 1 മാസം കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കുട്ടികളെ ICUയിൽ നിന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് എല്ലാം മാറ്റി സുഖമാക്കി. ജനിച്ച ഉടനെ വരുന്ന കുട്ടികളെ ഏതാണ്ട് 90ൻ്റെ ഉള്ളിൽ, എനിക്ക് അതൊന്ന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ കമന്ന് തല പൊക്കുമോ? അമ്മമാർ പറ, പൊക്കുമോ? എത്ര ദിവസം എടുക്കും കമന്ന് കിടന്ന് പൊക്കാൻ? ആരും ഒന്നും മിണ്ടാത്ത എന്താ? എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ ഒരു ചീത്തയെങ്കിലും വിളിക്കുക, കേൾക്കട്ടെ. സത്യമാണല്ലേ? ഞാനൊരു അസത്യം പറയട്ടെ. അങ്ങനെ 85% ഡാമേജായ കുട്ടികളുടെ തല വെച്ച് അലോപ്പതിക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ ഈ എണ്ണ തേച്ച് 45 ദിവസം കഴിഞ്ഞ് തല പൊക്കിയാൽ എങ്ങനെയുണ്ടാവും? വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഉറപ്പിച്ച് പറയുവാണ്, നമ്മുടെ കുട്ടികൾ രോഗം വന്നാലും വന്നില്ലെങ്കിലും പ്രസവിച്ച ഉടനെ ഈ എണ്ണ തേച്ച്, നിങ്ങൾ സാധാരണ കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള, ഇന്നിപ്പോൾ ഇവിടെ മസ്കുലർ ഡിസ്ട്രഫി, ഒരു കുട്ടി തൈറോയ്ഡ് ജന്മം കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു, മൈക്രോസൊഫാലിയയുടെ തല, ചെറിയ തല, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ആ സമയത്ത് അത് ചെയ്യുവാണെങ്കിൽ നിസ്സാരം
ഒരു 2000-3000 രൂപയിൽ ഇത്രയും വലിയ രോഗം മാറ്റിക്കൊടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ലോകത്ത് ഞാനല്ലാതെ പറയാറുമില്ല. പക്ഷേ ഇത് കണ്ണു തുറന്ന് കാണാൻ ഈ കേരളത്തിലെ മക്കൾക്ക് കാഴ്ചയില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് കാഴ്ചയില്ല. ഞാൻ ഇത്രയും ഒരു അപരാധം ചെയ്തിട്ടുള്ളൂ. ലോകത്തിൻ്റെ ഏത് കോണിലും ഇങ്ങനെയുള്ള ഒരു ഡിസോർഡറായിട്ടുള്ളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാനായി ഒരു സിദ്ധാന്തത്തിലും ഇല്ലാത്ത ഒരു കാര്യം, 1000 കുട്ടികളെ എടുക്കുന്നിടത്ത് ഒരു കുട്ടിയെപ്പോലും രക്ഷിക്കാൻ പറ്റാത്തിടത്ത് ഞാൻ 100 കുട്ടികളെ രക്ഷിച്ചു എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ പേടിക്കേണ്ട കാര്യം? ഒരു കുട്ടിയെപ്പോലും ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ അവരെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ 100 കുട്ടികളെ പൂർണ്ണമായി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള അനേക റിസൾട്ടുകൾ എനിക്കുണ്ട്. പിന്നെ ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ അതെൻ്റെ കുറ്റമല്ല. ആ കുറ്റം ആരുടേതാണെന്ന് മനസ്സിലാക്കണം. വിധി എന്ന് പറയുന്ന ഒന്നുണ്ട്. വിധി ആർക്കും ആരാലും തടയാൻ പറ്റില്ല. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അവിടത്തെയാണ് മരുന്ന്, ചികിത്സകൻ അവിടെയാണ്, ഞാനൊരു നിമിത്തമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ എല്ലാവരോടും പെരുമാറാറുള്ളൂ. ആര് വന്നാലും ചോദിക്കുന്ന ചോദ്യം എന്നാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ജനിക്കാൻ കാരണം? കാരണമില്ലാത്ത ഒരു സംഭവവും ഇന്ന് ഈ ലോകത്തില്ല. ഈ കാരണം കണ്ടുപിടിക്കാൻ വൈദ്യശാസ്ത്രത്തിൽ പറ്റണം. അതവരെ തിരുത്തണം. അതവരെ തിരുത്താൻ അവർ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം തന്നതുകൊണ്ട് ഞാൻ തറപ്പിച്ച് അത് പറയുന്നു. അത് മുഖം നോക്കി പറയാറില്ല, ധൈര്യത്തോടുകൂടി പറയാറുള്ളൂ. ഇഷ്ടക്കുറവ് വരും, അതിന് ആ ഇഷ്ടക്കുറവ് എനിക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് അങ്ങനെ കൊടുക്കുന്നത് സർവശക്തനാണ്. അപ്പം ഞാൻ ഒത്തിരി ദീർഘിപ്പിച്ച് പോകുന്നില്ല. പക്ഷേ 1-2 കാര്യം വ്യക്തമായി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നിർത്താം നമുക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് എന്നോട് ചോദിക്കുന്നതിന് സമയമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വൈദ്യനായത്. വൈദ്യനായി ഞാൻ അങ്ങനെ പല തുറകളിലേക്കൊക്കെ എത്തി. ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പോയി ഇതെല്ലാം റിസൾട്ടൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ണു തുറക്കാറായില്ല. അവരൊക്കെ കുരുടന്മാരായതുകൊണ്ട് ഇത് കാണാൻ പ്രയാസമാണ്. എൻ്റെ ചികിത്സയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോട്ടീസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ രോഗത്തിന് ചികിത്സിക്കാൻ പറ്റുമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങളെങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ കാണാൻ പോകും. കണ്ട് ആ കുട്ടി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് പോയി അകത്ത് കയറി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ തട്ടിമുട്ടി കണ്ണ് തുറപ്പിച്ച് നമ്മുടെ ഒരു കമൻ്റുണ്ട്, അച്ഛനെപ്പോലെ ഇരിക്കുന്നു, അമ്മയെപ്പോലെ ഇരിക്കുന്നു, എന്നെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെ ചെന്ന ആളുകളെല്ലാം ആ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് കരയിപ്പിക്കും. ആ കരയിപ്പിക്കലൊരു കാരണമാണ്. അവർ കരയിപ്പിച്ചെല്ലാം കഴിഞ്ഞ് വിരുന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷം പറഞ്ഞ് അതങ്ങ് പോയി കഴിയുമ്പോൾ പലർക്കും അനുഭവം ഉണ്ടാവും, ഇവിടെ ഇരിക്കുന്നവർക്കുണ്ടാകാം. ആ കുട്ടി കരച്ചിൽ നിർത്താറില്ല. കുട്ടി കരച്ചിൽ നിർത്താറാവുമ്പോൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിനെ പാടമടിക്കുക, ദൃഷ്ടിദോഷം വന്നു, അപ്പോൾ ദൃഷ്ടി ഒഴിഞ്ഞിടുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രക്രിയയുണ്ട്. വലിയ പഠിപ്പില്ലാത്തവരാണെങ്കിൽ നേരെ അത് ചെയ്യാൻ പോകും. ശകലം പഠിപ്പ് ഇച്ചിരി കൂടുതലാണെങ്കിൽ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകും. കൊച്ചു കരയുന്നില്ല, അവർക്കെന്തായാലും പ്ലാസ്റ്റർ ഇട്ട് വയ്ക്കാനൊക്കെ ഇല്ല, ഒരു കുത്തിവയ്പ്പ് കൊടുക്കും. ഇങ്ങനെ ഡൈവേർഷൻ ചെയ്തത് പോവും. അപ്പോൾ ഒരപേക്ഷ നിങ്ങളോടുള്ളത്, എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ടാവട്ടെ, ഉണ്ടാകുന്ന കുട്ടികളെ കാണാൻ നിങ്ങൾ പോവുക. പോകുമ്പോൾ കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇനി ഒരു വീട്ടിൽ പോലും ഇങ്ങനൊരു കുട്ടി
രോഗിയായി ജനിച്ചുണ്ടാകരുത്. ഇനി അഥവാ ഗർഭപാത്രത്തിൽ വെച്ച് രോഗിയായി പോയി എങ്കിൽ ഞാൻ ഈ കണ്ടെത്തിയിരിക്കുന്ന എണ്ണ അത് തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമോചനമുണ്ട്. പൂർണ്ണമായും ആ കുട്ടി നമ്മളെപ്പോലെ സാധാരണ ജീവിതത്തിലേക്ക് എത്താം. നമുക്കറിയില്ല കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടോ, നമുക്കറിയില്ല കുട്ടി സംസാരിക്കാത്തതാണോ, നമുക്കറിയില്ല കുട്ടിയുടെ കാത് കേൾക്കുന്നതുണ്ടോ. ഇതെല്ലാം അറിയാൻ സമയമെടുക്കും. വെയിറ്റ് ചെയ്യേണ്ട, ഒരു ദോഷവും ചെയ്യില്ല. ആ എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ മതി. അത് ഒരു കുപ്പി ധാരാളം മതിയാകും, പല കുപ്പി വേണ്ട. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ ആ കാര്യത്തിൽ വിളിക്കാം. ഏതുറക്കത്തിലും ഞാൻ എഴുന്നേറ്റ് സംസാരിക്കാം, അത്രയും ഉറപ്പുണ്ട്. ഇനി ഒരു കാര്യം, പ്രീമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഡോക്ടർമാരുടെ പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണോ കൊച്ച് പ്രീമച്ചുറായി ജനിച്ചു എന്ന് പറയാൻ? ഒരു സംശയമില്ല പ്രീമച്ചുറാണെന്ന് പറയാൻ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുക. ഒരു കുപ്പി എണ്ണ തേച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി നോർമലിലേക്ക് വരും. ഇതെല്ലാം അനുഭവത്തിൻ്റെ ഭാഗത്ത് പറയണതാണ്, നാളത്തെ പ്രതീക്ഷയിൽ പറയുന്നതല്ല. അപ്പോൾ ഈ എണ്ണ എല്ലായിടത്തും എത്തണം. ആ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയിൽ ഞാൻ ചികിത്സ 30 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോൾ 20% കുട്ടികളായിരുന്നു ജനിച്ചതെങ്കിൽ ഇന്നത് 70-75% കുട്ടികളായി. നിങ്ങൾ കണ്ണ് തുറന്നില്ലെങ്കിൽ ഇനി ഇത് 75 എന്നുള്ളിടത്ത് അങ്ങ് കയറി പോകും. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഴയുന്ന കുട്ടികളെ കാണാനായിട്ടുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരു നല്ല ജനറേഷൻ ഉണ്ടാകണം, ആരോഗ്യമുള്ള കുട്ടികളുണ്ടാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വൈദ്യരുണ്ടാക്കുന്ന എണ്ണ മേടിച്ചു കഴിഞ്ഞാൽ അയാൾ കാശുകാരനായി പോകുമെന്ന് തോന്നിയാൽ പണിപാളി. ആ കുട്ടി രക്ഷപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അതിലെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനതിന് മറുപടി പറയാനും തയ്യാറാണ്. കഴിയുന്നതും ഇങ്ങോട്ട് ദൈവം തരണം, ആ സർവശക്തൻ നമുക്ക് തരണം. അത് തരാൻ നമ്മൾ പോകേണ്ട വഴിക്ക് പോകാൻ നമ്മളെ വഴികാട്ടേണ്ടതും അദ്ദേഹമാണ്. എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, നീ അറിയുന്നതും നീ പറഞ്ഞു വിടുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാവുള്ളൂ. അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരത്തൊക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മീഡിയാവിലൊക്കെ ഒത്തിരി വരുന്നതുകൊണ്ട് ധാരാളം കുട്ടികൾ വരുമായിരുന്നു. ഈ ധാരാളം കുട്ടികൾ വരുമ്പോൾ ചികിത്സിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് മരുന്നുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കാട്ടിക്കിടക്കുന്ന മരുന്നുകളാണ്, ഇതെടുക്കാൻ വളരെ പ്രയാസമുണ്ട്. ഇതെല്ലാം കണ്ടെത്തി കൊണ്ടുവന്ന് കൃത്യമായി മിണ്ടാപ്രാണികളായി ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും പാളിച്ച വരാൻ പാടില്ല. ആ പാളിച്ച വരാതെ കൊടുക്കണമെങ്കിൽ ധാരാളം വരട്ടെ എന്നുള്ളതല്ല. അതിനാണ് ഞാൻ അത് ലിബറൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എണ്ണ രൂപത്തിലാക്കുകയും അത് ഇത്രയും തരത്തിൽ അത് മാറ്റി എടുക്കാനും എനിക്ക് സാധിച്ചത്. ഇതിൽ അമ്മ മുലപ്പാൽ കൊടുക്കുന്ന അമ്മയാണ്. അവരൊക്കെ ഫൈബറൻ്റായിട്ടുള്ള ഫുഡ് കഴിക്കണം. ഈ ഗർഭിണിയാകുന്ന കാലത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ പല കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് കാരണവന്മാരൊക്കെ പറയും ഗർഭിണിയായ സ്ത്രീയെ വേദനിപ്പിക്കരുത്. ഇന്നത്തെ കാലത്ത് എത്ര സ്ത്രീകളാണ് വേദന കൊണ്ട് മാത്രം ഇരിക്കുന്നത്. എന്നിട്ട് കുറ്റം മുഴുവൻ ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് ഒരു കുറ്റമില്ല കേട്ടോ, ഒരു കുറ്റമില്ല. ആണുങ്ങൾക്കാണ് കുറ്റം മുഴുവനും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണമായിട്ട് ഒരു കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത് അമ്മായിയമ്മ പോരും നാത്തൂൻ പോരുമാണ്. എവിടെയും അമ്മായിയപ്പൻ പോരില്ല, അളിയൻ പോരില്ല. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ. നാത്തൂൻ പോരും അമ്മായിയമ്മ പോരും ഇല്ലാതിരുന്നാൽ ആ ഗർഭിണിയായ സ്ത്രീ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവം കൊടുക്കും. അതവിടെ ഉണ്ടായാൽ അവിടെ ഓട്ടിസം പോലെയുള്ള കുട്ടികൾ ധാരാളം ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ചികിത്സാ രീതിയിൽ ഒരു കാര്യം കൂടി, അത് കുട്ടിയെ കാണാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി, ഇപ്പോൾ അവിടെ ഇത്
ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വന്നിരിക്കുന്ന കുട്ടികളിൽ അങ്ങനെയുള്ള കാലിൻ്റെ പാദം ശരിയല്ലാത്ത കുട്ടികൾ ഇവിടെ ഉണ്ട്, രോഗിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന. നമ്മൾ ചെല്ലുമ്പോൾ കാണേണ്ടത് മുഖത്ത് മാത്രമല്ല, കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. എന്നിട്ട് ഈ ഉപ്പൂറ്റിയുടെ ഭാഗം നോക്കണം. ഉപ്പൂറ്റിയുടെ ഭാഗം റൗണ്ടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ തലച്ചോറിൻ്റെ വികസനം നന്നായിട്ടുണ്ട്. അതേസമയം ആ ഉപ്പൂറ്റിയുടെ ഭാഗം ഷേപ്പ്ലെസ് ആണെങ്കിൽ 100% സ്കാൻ ചെയ്യേണ്ട ആ കുട്ടിയുടെ തലച്ചോറിൽ വികാസമില്ല. ഇത്രയും പോരെ, മനസ്സിലാക്കാൻ പോയവരെ? അല്ല ഇനി വേറെ ഡോക്ടറുടെയൊക്കെ പോയിട്ട് സ്കാൻ ചെയ്യാൻ പോകണോ? ഒന്നും വേണ്ട, നിങ്ങളുടെ കണ്ണുകൊണ്ടുള്ള, അതാണ് കണ്ണ് തുറക്കണം, സത്യം അറിയണം, മനസ്സ് സത്യം അറിഞ്ഞ് ജീവിക്കാനും നിൽക്കണം. ഈ 2 കാര്യം നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പല പ്രായത്തിൽ 5 വയസ്സും 8 വയസ്സും ഉള്ള കുട്ടികളിവിടെ വന്നിരിപ്പുണ്ട്. ഈ സമയം എത്ര രൂപ അവർ ചിലവാക്കി? ഏതെങ്കിലും ഒരു ദിവസം സന്തോഷവും സുഖവുമായിട്ട് അവർ ഉറങ്ങിയിട്ടുണ്ടോ? ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കാനുള്ള സമയം എത്ര സമയം കഴിഞ്ഞു പോയി. നേരത്തെ എത്തണ്ടേ? അതിനുള്ള യോഗവും വേണ്ടേ? അപ്പോൾ ഇതിനൊക്കെ ഒരു ഈശ്വര പ്രാർത്ഥനയും ഈശ്വര വിചാരവും ഒക്കെ നമുക്ക് കൈമുതലായി വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ആഴമായി ചിന്തിക്കുകയും ഇത് താല്പര്യമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ മാസവും 2ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ വരുന്നുണ്ട്. തനിയെ വരാം, ഗർഭിണികളായ സ്ത്രീകളുണ്ടായിക്കോട്ടെ, ജനിച്ച കുഞ്ഞ് അതിനെക്കൊണ്ട് വന്നാലും ഞാനത് നോക്കി. അനാവശ്യമായ പണം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ തുനിയണ്ട, എനിക്കും തരണ്ട. മരുന്നുകൾക്ക് ചിലവില്ലാത്തതല്ല, മരുന്ന് ചിലവുള്ളത് തന്നെയാണ്. കാരണം അത്രയും മാത്രം പ്രയാസത്തിൽ നടന്നും കഷ്ടപ്പെട്ടും കണ്ടെത്തിക്കൊണ്ടുവരുന്ന മരുന്നാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം, പച്ചമരുന്നിൽപ്പെട്ട ഒരു സാധനമാണ് കുറുന്തോട്ടി, അതേപോലെ കീഴാർനെല്ലി, തൊട്ടാവാടി. ഇതൊക്കെ ഇന്നിപ്പോൾ നമുക്ക് എവിടെ കിട്ടാനാണ്? അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 1200 രൂപ കൂലി കൊടുത്തിട്ട് ഒരാൾ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അവനോട് പറയാൻ പറ്റുമോ നീ മരുന്ന് കൊണ്ടുവന്നില്ല അതുകൊണ്ട് കൂലി തരില്ല എന്ന് പറയാൻ പറ്റുമോ? തെങ്ങ് കയറി കഴിഞ്ഞിട്ട് മുകളിൽ ചെന്നിട്ട് തേങ്ങയില്ല എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തേങ്ങയുടെ ഇല്ലാത്തത് കൊണ്ട് നിനക്ക് തെങ്ങ് കയറിയതിന് കാശ് തരില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അന്യം വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കാരണക്കാരാരാന്ന് ചോദിച്ചാൽ നമ്മളുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. നമ്മളെ വീടിൻ്റെ മുറ്റം മുഴുവനും കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കീഴാർനെല്ലി ഏറ്റവും എളുപ്പത്തിലുണ്ടാകുന്ന സ്ഥലം അവനവൻ്റെ മുറ്റമാണ്. എങ്ങനെ ഉണ്ടാവും? തൊട്ടാവാടി നമ്മുടെ പറമ്പിലുണ്ട്, അതെങ്ങനെ ഉണ്ടാവാനാ? നമ്മളതെല്ലാം വെട്ടിപ്പറക്കി കളയാം. ഇപ്പോൾ ഒരു കുടുംബശ്രീയോ തൊഴിലുറപ്പ് പദ്ധതി എന്നും പറഞ്ഞിട്ട് സംഗതി വന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ ഒരു കുറുന്തോട്ടി പോലും അവർ വയ്ക്കില്ല, എല്ലാം വെട്ടി നിരപ്പാക്കി അങ്ങ് പോകും. എന്നിട്ട് ആയുർവേദക്കാർ പറയാം മരുന്ന് ഇഷ്ടം പോലെ. എവിടെ? അന്യനാട്ടിക്കടെ പോയി തെണ്ടി കുറുന്തോട്ടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ വേറെ തോട്ടിക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് ചേർത്ത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയൊക്കെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആ പറമ്പിൽ തന്നെ അവർ വെച്ചുപിടിപ്പിക്കുന്ന തോട്ടത്തിൽ തന്നെ വളരെ വേണ്ടപ്പെട്ടവർക്ക് അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടാക്കും. അല്ലാത്തവർക്ക് ഇതേ കിടക്കണോ ഏതെങ്കിലും ഒന്ന്. ഇതിലൊന്നും അല്ല അതിൻ്റെ സത്യം. കുറച്ചും കൂടെ നമ്മൾ ബോധവാനാവണം. നമ്മൾ ബോധവാനാകുക എന്ന് പറയുന്നത് പഠിപ്പ് കൊണ്ട് മാത്രമാവരുത്, കുറച്ച് കോമൺ സെൻസ് വേണ്ടേ എന്ന് ചിന്തിക്കുക. ആ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം പഠിത്തത്തിൻ്റെ ഉള്ളിലേക്ക് പോയാൽ, ഇവിടെ PhD എടുത്തവരാരെങ്കിലുണ്ടോ എന്നെ തല്ലാൻ വരാൻ? PhD എടുത്തവരാരെങ്കിലുണ്ടാവുമോ? PhD എന്ന് പറയുന്നൊരു സാധനം ഡിഗ്രി ഉണ്ടല്ലോ നമുക്കൊക്കെ. അതിൻ്റെ P എന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ പറയുക പിന്നെ, H എന്ന് പറയുന്നത് ഹെഡ്, D എന്ന് പറയുന്നത് ഡാമേജ്. അവർക്കൊക്കെ അവസാനമാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടുള്ളത്. അവരെയാണ് കൊണ്ടുവന്ന് ഡയറക്ടറായിട്ട് ഇരുത്തിയേക്കണേ. ഒന്ന് ആലോചിച്ചാൽ മതി എന്തുമാത്രം ഇതിൻ്റെ അകത്ത് നമുക്ക് സമൂഹത്തിൽ ഗുണം കിട്ടും. അഗ്രികൾച്ചർ എല്ലാം തൊലഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ മുത്തശ്ശി വൈദ്യം, ഇവിടെ മുത്തശ്ശി വൈദ്യത്തെപ്പറ്റി നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എത്ര പേര് കേൾക്കാൻ വരുന്നുണ്ട്, എത്ര പേര് അനുസരിക്കുന്നുണ്ട്? നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അടുക്കള, അടുക്കളയിൽ തന്നെയുണ്ട് മെഡിക്കൽ സ്റ്റോറ്. ഇത് ഉപയോഗിക്കേണ്ട രീതി അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും രോഗികളാകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ സ്വന്തം അടുക്കളയ്ക്കകത്തുനിന്നാണ്. ആ അടുക്കളയിൽ ഇതൊക്കെ ചെയ്യാൻ പഠിക്കുന്നതിന് പകരം ഒറ്റ വിളിയാണ്.
എന്തിനാ ആ സാധനത്തിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല. കോഴീനെയൊക്കെ ചെത്തിപ്പറിച്ച് ഇങ്ങനെ വെക്കണ സാധനം, ആ ഷവർമ്മ. അത് ഇങ്ങനെ വരുത്തി അത് തിന്നു കഴിഞ്ഞാൽ സുഖമായി എന്നാണ് വിചാരം. അതൊക്കെ കഴിച്ച് രോഗം ഉണ്ടാക്കണം. അവർക്കിപ്പോൾ ഇത് കേട്ടിട്ട് എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നല്ല ഭക്ഷണം കൊടുക്കുക. എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് എൻ്റെയും ആത്മാവാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് ഒന്നാണ്, ഒരു സ്ഥലത്തുനിന്ന് വന്നതാണ്. പണത്തിന് വേണ്ടി ആരോഗ്യം കളയുന്ന ഭക്ഷണം കൊടുക്കരുതേ എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലുകളെല്ലാം ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന പൊറോട്ട ഇല്ലാണ്ട് വേറെ വല്ലതും കിട്ടുമോ? അവിടെ ഏത് ഭക്ഷണമാണ് നല്ലത്? എന്നിട്ട് അവിടെ ദഹിക്കാതെ വരുമ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലാലോ അല്ലേ, വയറുവേദന എന്ന് പറയുന്നത്. അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും കഴിക്കേണ്ട ഭക്ഷണം വൃത്തിയായിട്ട് ആദ്യം തുടങ്ങേണ്ടത് ആശുപത്രിക്കാരാണ്. ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നല്ല ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കണം. ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അറിയണം. അവർ പഠിപ്പിക്കുന്നത് ഫൈബർ ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞാലും സ്കൂളിൽ പഠിപ്പിച്ചാലും നമ്മൾ കഴിക്കുന്നത് മുഴുവനും സ്റ്റാർച്ചല്ലേ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രോഗമല്ലേ ഉണ്ടാകുക? ഇതെല്ലാം നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്കാരെങ്കിലും പറഞ്ഞു തരണോ? പണ്ട് കാലത്തെ ആളുകളെല്ലാം അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ഇപ്പോഴും അത് ചെയ്യാൻ മടിക്കുന്നത്? ഈ രോഗം വന്നിരുന്നു. എത്രയോ ചെറിയ കുട്ടികളിൽ പോലും കിഡ്നി രോഗം വന്നിരുന്നു. ചെറിയ ആളുകളിൽ ക്യാൻസർ വരുന്നു. ഇതെല്ലാം മാറ്റിയെടുക്കണ്ടേ? സ്ത്രീകൾ ഇന്ന് മിക്ക സ്ത്രീകളുടെയും ശരീരത്തിലെല്ലാം ഉണ്ടോ? ഇല്ല, എൻ്റെ യൂട്രസ് എടുത്തു കളഞ്ഞു. എന്തൊരു സന്തോഷം! അതെന്തോ മഹാഭാവമായിട്ടിരിക്കണ പോലെയാണ്. ചിലരോട് ചോദിച്ചാൽ പറയും എൻ്റെ ഓവറി എടുത്തു കളഞ്ഞു. പിന്നെ ചോദിച്ചാൽ പറയും തൊണ്ടയിലുണ്ടായിരുന്ന തൈറോയ്ഡ് എടുത്തു കളഞ്ഞു. പിന്നെ അവരെവിടെ മര്യാദയ്ക്ക് ഇരിക്കാനാണ്? സൈലൻസർ പൊട്ടിയ വണ്ടിയെ പോലെയാണ്. പിന്നെ വീട്ടിൽ ആർക്കും സമാധാനത്തിലിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായ രൂപത്തിൽ പറയാം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് രോഗം വരില്ല. എത്ര വലിയ ഡോക്ടർമാർ വിചാരിച്ചാലും നിങ്ങളുടെ രോഗം മാറ്റാനും പറ്റില്ല. അതും ഉറപ്പിച്ച് പറയാം. ഒരു രോഗത്തിന് പോയാൽ 10 രോഗം വന്നുകൊണ്ടല്ലേ വരണത്. മരിക്കുന്നത് വരെയും പെട്ടിക്കകത്ത് മരുന്ന് വെച്ച് വിടണ്ടേ? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. സമയമായോ? അവസാനിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ വീടുണ്ട്, എനിക്കുമുണ്ട് വീട്. വീട്ടിൽ 2, 3, 4 മുറികളുണ്ട്. എല്ലാവരും വീട് പണിയുമ്പോൾ അടുക്കള വേണം, അതെങ്ങനെയായിരിക്കണം. ബാത്റൂം വേണം, അതെങ്ങനെയായിരിക്കണം. മിക്ക ബാത്റൂമും ഒരു ഫാൻ ഇട്ട് കൊടുക്കും പുറത്തേക്ക് തള്ളാൻ. അടച്ചിട്ട ഒരു ഇരുട്ട് മുറിയായിരിക്കും നിങ്ങളുടെ ബാത്റൂം. അതുപോലെ തന്നെ ഊണുമേശയും ഊണുമുറിയും, അതുപോലെ തന്നെ കിടക്കമുറി. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്? നമ്മുടെ വീട്ടിലുള്ള ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. ഇത് നാളെ മുതൽ, എന്നെ കേട്ട നിങ്ങൾ നാളെ മുതൽ അതൊന്ന് വീട്ടിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അടുക്കള ആശുപത്രിയാണ്. ആ അടുക്കളയിലുള്ള ആളാണ് യഥാർത്ഥ ഡോക്ടർ. എൻ്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങളാണ് ഡോക്ടർമാർ. വിഷം വെച്ച് കൊടുത്ത രോഗം വരും, മക്കൾക്കും വരും, ഭർത്താവിനും വരും. നല്ല ഭക്ഷണം കൊടുക്കാൻ, ഫൈബറിൻ്റെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക. വാദം, പിത്തം, കഫം. വാദമുള്ളവർ വാദം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കരുത്. പിത്തമുള്ളവർ പിത്തം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കരുത്. കഫമുള്ളവർ കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കരുത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളാണ് ഡോക്ടർമാർ. നിങ്ങളുടെ വീട്ടിലുള്ള ആൾ കഫം ചീറ്റിക്കൊണ്ട് നടക്കുന്ന ആളാണോ? അപ്പോൾ നിങ്ങൾ കഫമുണ്ടാക്കുന്ന വെണ്ടയ്ക്ക, വഴുതനങ്ങ ഇതെല്ലാം ധാരാളം ദിവസം ഉണ്ടാക്കി കൊടുത്താൽ അത് ചീറ്റിൽ നിൽക്കില്ല. അത് ചീറ്റിൽ കൂടും. അവസാനം അതിൻ്റെ പേര് പറയും ആസ്മ. പിന്നെ കഫം അങ്ങനെയാണെങ്കിൽ വാദം, അവിടെ വേദന, ഇവിടെ വേദന, എല്ല് വേദന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തണുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കണം, ശരീരത്തെ ചൂടാക്കണം. പിത്തമുള്ള ആളുകൾ ശരീരത്തെ തണുപ്പിക്കണം. അവർ കൂടുതൽ സ്റ്റാർച്ച് കഴിക്കാതിരിക്കണം. നമ്മുടെ ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പിത്തമുള്ളവരായതുകൊണ്ടാണ് ഇന്ന് ഡയബറ്റിക് രോഗം എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ളത്. നിങ്ങൾ ആ സ്റ്റാർച്ചൊന്ന് ഉപേക്ഷിച്ച് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റൊക്കെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആ സ്റ്റാർച്ച് കഴിക്കുന്നതൊന്ന് ഉപേക്ഷിക്കുക. അത് അഡിക്റ്റാണ്.
എന്നിട്ട് മദ്യം കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ നടപ്പുണ്ട് മദ്യത്തിന് എതിരായിട്ട്. ഈ സ്റ്റാർച്ച് കഴിച്ചാൽ മദ്യം കഴിച്ചിരിക്കണം, കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കഴിക്കാൻ പോകണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മദ്യപാനം കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, കാലത്തെ ആ ചോറിലും അരിയുടെ കൊണ്ടുള്ള പുട്ടും ദോശയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ആ ചോറ് കഞ്ഞി കൊടുക്കുന്നതിനൊക്കെ പകരം നിങ്ങൾ റാഗി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേ. ഒരു മാസം കഴിയുമ്പോൾ പുള്ളിയുടെ കുടിയൊക്കെ പതുക്കെ കുറച്ച് കുടിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളായി മാറും. കാരണം കഴിക്കാൻ പറ്റില്ല, കാരണം അത് റിജക്റ്റ് ചെയ്യും. നിങ്ങൾ അത്രയും ചെയ്താൽ മതി. അതിന് അഡീഷൻ സെൻറ്ററിൽ പോകണം, മറ്റേ ആശുപത്രിയിൽ പോകണം, ബോധവൽക്കരണം കൊടുക്കണം. എന്തൊക്കെ ബോധവൽക്കരണം കൊടുക്കണേ, എന്നിട്ട് ആരാ നന്നാവണേ. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെ അടുക്കളയിലാണ് ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തി വിട്ടാൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും ആരോഗ്യമുള്ളതാണ്. അപ്പോൾ അടുക്കള അതാണ്. അതിൻ്റെ അകത്തും അല്ലെങ്കിൽ അതിൻ്റെ പുറത്തും ഒരു മുറി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എലിയെയും പാറ്റയൊക്കെ വളർത്താനായിട്ട്. അതിൻ്റെ അകത്ത് കുറേ ടിന്നുകളുണ്ടാവും. ആ ടിന്നിൻ്റെ അകത്ത് പല സാധനങ്ങൾ കടയിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കെമിക്കലും അതിൻ്റെ നിറക്കൂട്ടും രുചിക്കൂട്ടും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനം, അത് ഫാർമസിയാണ്, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറാണത്. അവിടെ നിങ്ങൾ നല്ല സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുക. അത് ഡയറക്റ്റായിട്ട് നിങ്ങളതിൻ്റെ പൊരുൾ മേടിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. അതെല്ലാം നിങ്ങൾ പാക്കറ്റ് കണക്കിന് മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് വെറുതെ രോഗം ഉണ്ടാക്കണ്ട. ഇനിയുള്ളത് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനൊരു പ്രത്യേകതയുണ്ട്, അതാണ് നിങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്റർ. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ എല്ലാ താക്കോലും. ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നിങ്ങളെ കയറ്റുമ്പോൾ നിങ്ങളൊരു സൈൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യും. അതിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യേ, വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച്, ഞാൻ ഇനിയും കുളിപ്പിക്കുന്നില്ല, ഒത്തിരി നാളായി കുളിപ്പിക്കൽ തുടങ്ങിയിട്ട്, തല കുനിച്ച് ഇവിടെ വെള്ളം ഒഴിക്കുക, തണുത്ത വെള്ളം ഒഴിക്കുക, ദേഹത്ത് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. പണിയൊക്കെ എടുത്ത് വന്നാണെങ്കിൽ ദേഹം വേദനയൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആയുർവേദക്കാരുടെ തിരുമ പരിപാടി കുറയും. അവർക്ക് നല്ല കാശ് കിട്ടുന്ന പണിയാണ്. എന്നോട് വിരോധം തോന്നരുത് ആർക്കും. പക്ഷേ നിങ്ങളിവിടെ ശാലം ചൂടുവെള്ളം ധാര ചെയ്ത് ഒഴിച്ചാൽ നിങ്ങളുടെ ദേഹം വേദന പ്രശ്നം പോയി. സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരില്ല. തലയിൽ തണുത്ത വെള്ളം ഒഴിക്കണം, അത് ആദ്യം അവിടെ ഒഴിക്കണം. ജലദോഷം വരുമെന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെയാണ്, നിങ്ങളുടെ പേടി മാത്രമാണത്. ഒരു ജലദോഷവും വരില്ല, ഒരു രോഗവും വരില്ല. വൈകുന്നേരം നിങ്ങൾ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു കുളിച്ചിട്ട് പിന്നെ തരുന്നതാണ് അനസ്തേഷ്യ. അത് തന്നു കഴിഞ്ഞു, കാരണം ഇരുട്ടിനെ തന്നു കഴിഞ്ഞു. ആ ഇരുട്ടിനെ തന്നതിന് ശേഷം നിങ്ങളിത് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ കിടക്കുമ്പോൾ തന്നെ ഉറക്കം കിട്ടും. ആ ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയത്താണ് സർവ്വശക്തൻ ഡോക്ടർമാർ കത്തിയും മുള്ളും നേഴ്സുമാരെയൊക്കെ പിടിച്ചു വലിച്ച് വട്ടത്തിൽ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നതിനേക്കാളും ശാന്തമായി നമ്മളെ കിടത്തി ഉറക്കി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ മുഴുവനും നന്നാക്കി കാലത്തെ സമയത്ത് എഴുന്നേൽപ്പിച്ച്, അപ്പോൾ ഒരു സൈറൻ പോലെ മൂത്രമൊഴിക്കണമെന്ന് തോന്നും. ആ മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. സമയമായല്ലോ പോകാനെന്നുള്ളത് ഇതിൽ ഓടും. ബാത്റൂമിലേക്കായിരിക്കണം പോകേണ്ടത്, അടുക്കളയിലേക്കാകരുത്. അടുക്കളയിൽ പോയി സ്റ്റൗ കത്തിച്ച് വെള്ളം വെച്ചിട്ട് നിങ്ങൾ അടുക്കളയിൽ നിന്ന് നേരെ ഓടി ബാത്റൂമിൽ പോയി കുളിക്കാൻ പോകുമ്പോൾ പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും. എനിക്കതിൻ്റെ ആവശ്യമില്ല. നേരെ പോയി മലമൂത്ര വിസർജനം നടത്തണം. ആ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ രാവിലെ മുതൽ തലേദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്തൊക്കെ അകത്തേക്ക് ഇട്ടിട്ടുണ്ടോ അതെല്ലാം രാത്രി വന്ന് സർവ്വശക്തൻ നമ്മൾ നന്നാക്കി ഇത് രണ്ടും ഡിസ്ചാർജ് ആവണം ഒപ്പം. അപ്പോൾ നിങ്ങളുടെ ബോഡി പക്ക ശരിയായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് കാലത്തെ ശുദ്ധിയായി വേണം അടുക്കളയിൽ കയറാനും ജീവിതം തുടങ്ങാനും. അതെന്താ ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോട് നന്ദിയുള്ളവരായി മാറുകയാണ്. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, എൻ്റെ അടുത്ത് ആര് വന്നാലും പറയാറുള്ളത്, ആദ്യം ചെയ്യേണ്ട പണി നിങ്ങൾ കുളിക്കണം. കുളിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ ഏറ്റവും കൂടുതൽ, അതിലപ്പുറം വേറെ ഒന്നുമില്ല, സ്വന്തം ആത്മാവിനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ബഹുമാനം കൊടുക്കുന്നതും നന്ദി പറയുന്നതും ഇങ്ങനെയുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഗിഫ്റ്റഡാണ്. ദിവസം ചെയ്തു നോക്കൂ.
നിങ്ങൾ എത്രമാത്രം എനർജറ്റിക്കായി മാറുമെന്നുള്ളത് നിങ്ങൾ ചെയ്തു നോക്കും. അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് അതാണ്ട് ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ആരും ഇല്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ബാത്റൂമിൽ ഈ കുളി നടത്തുമ്പോൾ ഉണ്ടല്ലോ, സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഏറ്റവും ഫീൽ ചെയ്യുന്നൊരു സ്ഥലം അവിടെയാണ്. അതാണ് ആരാധനാലയം. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യക്കാർ, അതുകൊണ്ടൊന്നല്ല, അവർക്ക് കുളിക്കാൻ അവർ അറിയില്ല, എന്നാൽ അവർ പേരിട്ടു റെസ്റ്റ് റൂമെന്ന്. ഇവിടെ മാത്രം നാറണം. ഇനി ആരെങ്കിലും വീട് പണിയുകയാണെങ്കിൽ ബാത്റൂമിൽ നല്ല ഒരു ജനല വേണം കേട്ടോ. ആ ജനല തുറന്നിടണം കേട്ടോ. അതിൽ നല്ല വായുസഞ്ചാരം ഉണ്ടാവണം കേട്ടോ. അല്ലാതെ ഒരു ഫാൻ വെച്ചിട്ട് കയറുമ്പോൾ ഒരു സാധനം വെച്ചിട്ട് അതിൽ കൂടെ അങ്ങോട്ട് വിട്ടാൽ മാത്രം പോരാ. എപ്പോഴും അവിടെ നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ വീടും. ആ വീട്ടിൽ നിങ്ങൾ വസിക്കുന്നവരും നിങ്ങളും ചിന്തിക്കേണ്ട കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയുള്ള ഒരു തലമുറ ആരോഗ്യമുള്ള തലമുറയാകാൻ ഇപ്പോൾ മരുന്നുകൾ ആരും കണ്ടുപിടിക്കാത്തതുകൊണ്ട്, ഇനി കണ്ടുപിടിക്കുമ്പോൾ എന്നെ ഉപേക്ഷിച്ചോ, അതുവരെയും നിങ്ങൾ ഈ എണ്ണ കൃത്യമായി നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കുക. 100% ഈ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ കുട്ടികളെ കൊണ്ട് വന്നിരിക്കുന്ന രക്ഷകർത്താക്കളോട് സമയം കഴിഞ്ഞു പോയി. അത് അന്ന് ചെയ്യേണ്ടതായിരുന്നു. അത് അന്നേരം കണ്ടെത്താൻ പറ്റിയില്ല. ഇനി നിങ്ങൾ മറ്റുള്ളവരോട് ഇത് മാത്രം പറയുക, വേറെ ഒന്നും പ്രചരിപ്പിക്കേണ്ട. എല്ലാവരോടും കുളിക്കാൻ പറ. ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടല്ല കുളിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ ആത്മാവും എൻ്റെ ആത്മാവും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എങ്ങനെയാണ് എന്താണെന്ന് ആത്മാവ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ ആത്മാവിനോട് മാത്രമാണ് നമുക്ക് കടപ്പാടുള്ളത്. നമ്മളുടെ അടുക്കൽ നിന്ന് ഈ ആത്മാവ് വിട്ടാൽ അപ്പോൾ പറയുന്ന പേരാണ് ശവം. പിന്നെ പേര് പോലും വിളിക്കുന്നില്ല ആരും. പിന്നെ വിളിക്കുന്നത് മുഴുവൻ കുറച്ച് ഗമയായി. ഇപ്പോൾ പഠിപ്പ് കൂടിയതുകൊണ്ട് ഡെഡ് ബോഡി എപ്പോഴാണ് എടുക്കണേ, അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അതുകൊണ്ട് ഇതെല്ലാം എല്ലാത്തിനേക്കാളും വലുത് സ്വന്തം ആത്മാവാണ്. ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം, അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടാകാനും പ്രയാസമില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന അടിയും ബഹളവും ഒക്കെ നമ്മൾ ബിരുദാഹാരം കഴിക്കുന്നത് കൊണ്ടാണെന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എന്നെ ഇത്രയും നേരം കേട്ട എല്ലാ സഹോദരി സഹോദരങ്ങളോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഒപ്പം എനിക്ക് പൊന്നാട അണിയിച്ചു, അതിലൊന്നൊരർത്ഥമില്ല. പൊന്നാടയ്ക്ക് മതിപ്പുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് 10 പേരോട് കുളിക്കാൻ പറ. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും. ഈശ്വരന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പഠിക്കണം. ഞാനിപ്പോൾ ഈ സംസാരിച്ച മുഴുവനും നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ്. നന്ദി.